സഹോദരന്മാരെ, എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് പാസ്റ്റർ പുന്നൂസ് തൊടുപുഴയാണ്. എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ ദൈവവചന പഠനം പാസ്റ്റർ പുന്നൂസ് തൊടുപുഴയിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ബൈബിളിലെ കുടുംബങ്ങൾ എന്നുള്ളതാണ് വിഷയം. ഇന്ന് അബ്രഹാമിന്റെ കുടുംബത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇന്നത്തെ മീറ്റിംഗിലേക്ക് പാസ്റ്റർ പുന്നൂസ് തൊടുപുഴയെ ഗോസ്പൽ TV UP എന്ന ഈ ചാനലിന് വേണ്ടി ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ നമുക്ക് പതിവ് പോലെ ദൈവവചനവുമായി ഇരിക്കാൻ കർത്താവ് തന്ന നല്ല അവസരത്തെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് അങ്ങനെ അതിനൊരു അവസരം ഉണ്ടാക്കി തന്ന പ്രിയ ഗോസ്പൽ TV UPയോടും പ്രിയ സാജി പാസ്റ്ററോടുമുള്ള നന്ദി ഞാൻ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് ബൈബിളിലെ കുടുംബങ്ങളെ കുറിച്ചാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് ബൈബിളിലെ തന്നെ ഏറ്റവും സുപ്രധാനമായ ഒരു കുടുംബത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. അത് ഒത്തിരി സമയം എടുത്ത് പഠിക്കേണ്ട കുടുംബമാണ്. പക്ഷെ നമ്മൾ വളരെ ചെറുതായിട്ട് ആയിരിക്കും നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ആ കുടുംബം അബ്രഹാമിന്റെ കുടുംബം, ദൈവസ്നേഹത്തിന്റെ കുടുംബം എന്നാണ് ആ കുടുംബത്തിന് പേര് കൊടുക്കാൻ പറ്റുന്നത്. അപ്പൊ അബ്രഹാമിന്റെ കുടുംബത്തെക്കുറിച്ച് ആണ് നമ്മൾ പഠിക്കുന്നത്. അബ്രഹാമിന്റെ കുടുംബത്തെക്കുറിച്ച് ബൈബിളിൽ നമുക്ക് കിട്ടുന്ന സവിസ്തരമായി നമുക്ക് ലഭിക്കുന്ന ഭാഗങ്ങൾ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം മുതൽ അതിന്റെ 15-ാം അധ്യായം വരെയുള്ള ഭാഗങ്ങളിൽ അബ്രഹാമിന്റെ കുടുംബത്തെക്കുറിച്ച് മാത്രം പറയുന്ന വേദഭാഗമാണ് ഉൽപ്പത്തി 12 മുതൽ 15 വരെയുള്ള വേദഭാഗങ്ങൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ അബ്രഹാമിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അബ്രഹാം യഹൂദന്മാരുടെ പിതാവാണ്. യഹൂദന്മാരുടെ പിതാവ് എന്ന് യഹൂദന്മാർ വളരെ അഭിമാനത്തോടെ ഏറ്റുപറയുന്ന ഒരു വ്യക്തിയാണ് അബ്രഹാം. യേശു കർത്താവ് ഈ ഭൂമി വന്നപ്പോ യേശു കർത്താവിനോട് തന്നെ യഹൂദന്മാർ പറഞ്ഞു, ഞങ്ങൾ ജാരസന്തതികളല്ല, ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതികളാണ് എന്ന് അവർ വളരെ വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെയാണ് യേശു കർത്താവിനോട് പറഞ്ഞത്. അപ്പം അബ്രഹാം യഹൂദന്മാരുടെ പിതാവാണ്. യഹൂദന്മാരുടെ പിതാവ് മാത്രമല്ല, പ്രിയമുള്ളവരെ, യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്ന ഏതൊരു വിശ്വാസിയുടെയും ഏതൊരു ദൈവപൈതലിന്റെയും പിതാവാണ് ഈ അബ്രഹാം. അതുകൊണ്ട് അബ്രഹാം വിശ്വാസികളുടെ പിതാവ് എന്നുകൂടെ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് അബ്രഹാം എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി അബ്രഹാമിന്റെ മറ്റൊരു പ്രത്യേകത, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ ദൈവം പറയുക, എന്റെ സ്നേഹിതനാണ് അബ്രഹാം. പ്രിയമുള്ളവരെ, അബ്രഹാമിനെ കുറിച്ച് കർത്താവ് പറയാ, അവൻ എന്റെ സ്നേഹിതനാണ്. അബ്രഹാമിന്റെ സന്തതികൾ പറയാ, എന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ മക്കളല്ലേ നിങ്ങൾ എന്നാണ് ഇസ്രയേലിനോട് ചോദിക്കുന്നത്. അപ്പൊ ഒന്നോർത്ത് നോക്കിയേ, ആ ഇസ്രയേൽ മക്കളോടുള്ള ദൈവത്തിന്റെ ആ ഇടപാടിലെ കരുണ, ദൈവത്തിന്റെ ഇടപാടിലെ സ്നേഹം വെളിപ്പെടുത്താൻ കർത്താവ് പറയാ, എന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ മക്കളാണ് നിങ്ങൾ, അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് കരുണയാണ്, എനിക്ക് നിങ്ങളോട് സ്നേഹമാണ് എന്നൊക്കെയാണ് നമ്മളോട് വായിക്കാനിടയായിത്തീരുന്നത്. അപ്പോ അങ്ങനെ ഈ അബ്രഹാം വളരെ സുപരിചിതനാണ് യഹൂദന്മാർക്ക് എന്ന് മാത്രമല്ല, കർത്താവിന്റെ സ്നേഹിതനായതുകൊണ്ട് ആ കർത്താവിന്റെ ഹൃദയം അറിയാവുന്നയാൾ, ദൈവത്തെ ഒത്തിരി അടുത്തറിയുന്ന ആളാണ് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ അബ്രഹാമിന്റെ മറ്റൊരു പ്രത്യേകത, അബ്രഹാം ഒരു പുസ്തകവും എഴുതിയിട്ടില്ല, ഒരു സങ്കീർത്തനവും പാടിയിട്ടില്ല, ഒരു പ്രവചനവും നടത്തിയിട്ടില്ല, ഒരു നിയമവും നൽകിയിട്ടില്ല. എങ്കിലും ബൈബിളിലെ വ്യക്തിത്വങ്ങളിൽ ഏറ്റവും ഉന്നത സ്ഥാനീയനാണ് അബ്രഹാം. അബ്രഹാം ഒരു പുസ്തകം പോലും എഴുതാതിരുന്നിട്ടും, ഒരു സങ്കീർത്തനം പോലും പാടാതിരുന്നിട്ടും, ഒരു പ്രവചനം പോലും പറയാതിരുന്നിട്ടും ഈ അബ്രഹാമിനെ വിശുദ്ധ വേദപുസ്തകവും ദൈവമക്കളും യഹൂദന്മാരും എല്ലാം വളരെ ഉന്നത സ്ഥാനീയനായി കാണുന്നു. പ്രിയമുള്ളവരെ, അതാണ് അബ്രഹാമിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രത്യേകതയുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, പുതിയ നിയമത്തിൽ അബ്രഹാമിനെ കുറിച്ച് ധാരാളം വേദഭാഗങ്ങൾ നമുക്കറിയാം. വേദഭാഗങ്ങൾ വളരെ പ്രതിപാദിക്കുന്നുണ്ട് അബ്രഹാമിനെ കുറിച്ച് പുതിയ നിയമത്തിൽ എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി അബ്രഹാമിന്റെ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ പഴയ നിയമത്തിലൊക്കെ യേശുവിന് പകരമായി, യേശുവിന്റെ നിഴലായി പഴയ നിയമത്തിൽ പല ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇസ്ഹാക്കിനെ കാണുന്നുണ്ട്,
അങ്ങനെ പല 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 ആൾക്കാരെയും യേശുവിന് പകരക്കാരനായി കാണുന്നുണ്ട്. പക്ഷെ പിതാവായ ദൈവത്തിന് പകരമായി, ദൈവത്തിന് നിഴലായി ബൈബിളിൽ അബ്രഹാമിനെ മാത്രമേ കാണുന്നുള്ളൂ. അബ്രഹാമിനെ കുറിച്ച് പറയും മാത്രമാണ് അത് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാലോ. അവിടെ പറയുകയാണ്, തന്റെ ഏകജാതനായി പുത്രനിൽ വിശ്വസിക്കുന്ന ഒരാളും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചിട്ട് ദൈവത്തിന്റെ ഏകജാതനായ യേശു കർത്താവിനെ യാഗമർപ്പിച്ചു എന്നാണ് വായിക്കുന്നത്. ഇസഹാക്ക് തന്റെ അബ്രഹാമിന്റെ വാർദ്ധക്യത്തിൽ ലഭിച്ച അബ്രഹാമിന്റെ ഏകജാതനായ പുത്രൻ ആയ ഇസഹാക്കിനെ യാഗം കഴിക്കാൻ ദൈവം പറയുമ്പോ അബ്രഹാം ഒരു മടിയും കൂടാതെ അതിനുവേണ്ടി ഒരുങ്ങുന്നത് കൊണ്ട് പിതാവായ ദൈവത്തിന്റെ സ്ഥാനീയനാണ്, അല്ലെങ്കിൽ പിതാവായ ദൈവത്തിന്റെ നിഴലായിട്ട് പഴയ നിയമത്തിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നത് അബ്രഹാമിനെ മാത്രമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടതായിത്തീരുന്നത്. അബ്രഹാമിന്റെ ജീവിതത്തിലെ ഒത്തിരി നിരവധിയായിട്ടുള്ള പ്രത്യേകതകൾ നമ്മൾ പഠിക്കേണ്ടതും നമ്മൾ ചിന്തിക്കേണ്ടതും ഒക്കെ ഉണ്ട്. എന്നാൽ അതൊക്കെ നമുക്ക് ചിന്തിക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ട് ചിലത് മാത്രം നമ്പറിട്ട് 1, 2, 3 എന്ന നമ്പറിട്ട് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. പ്രിയമുള്ളവരെ, അതിലൊന്നാമത്തെ പ്രത്യേകത, സമർത്ഥമായ വിശ്വാസത്തിന്റെ ഉടമയാണ് അബ്രഹാം. വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുന്ന വിശ്വാസ വീരന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതനാണ്, വിശ്വാസത്തിൽ ഏറ്റവും ഉന്നതനാണ് അബ്രഹാം എന്നാണ് നമുക്ക് മനസ്സിലാക്കാനിടയായിത്തീരുന്നത്. കൽദയരുടെ ദേശമായ ഊരിൽ നിന്ന് പിതാവായ തേരഹിനോടും സഹോദരപുത്രനായ ലോത്തിനോടും ഒരുമിച്ച് അദ്ദേഹം യാത്ര ചെയ്ത് ഹാരാനിൽ വന്ന് പാർത്തു. അപ്പോ അവര് കൽദയ ദേശമായ ഊരിലായിരുന്നു അവരുടെ സ്വന്തം നാട്. അവിടുന്ന് അപ്പന്റെ സഹോദരപുത്രനുമായ ലോത്തുമായി അബ്രഹാം ഇവിടെ വന്ന് ഇപ്പൊ ഹാരാനിൽ വന്ന് താമസമാക്കി. അങ്ങനെ ഹാരാനിൽ വന്ന് താമസിക്കുന്ന ആ സമയത്ത് ഹാരാനിൽ വെച്ച് അബ്രഹാമിന്റെ പിതാവ് തേരഹ് മരിച്ചുപോയി. അവിടെ വെച്ചാണ് അബ്രഹാമിന്റെ പിതാവായ തേരഹ് മരിക്കാനിടയായി തീർന്നത്. 12-ാം അധ്യായം വായിക്കുമ്പോ അവിടെ വെച്ച് ദൈവം തമ്പുരാൻ ഹാരാനിൽ വെച്ച് ഈ അബ്രഹാമിനോട് സംസാരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനിടയായി തീരുന്നത്. ദൈവം തന്നോട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടാൻ കൽപ്പിച്ചു. ഇത് തന്റെ ജീവിതത്തിലെ പ്രഥമ പരിശോധനയായിരുന്നു. അബ്രഹാമിന്റെ ജീവിതത്തിൽ നിരവധിയായിട്ടുള്ള ദൈവത്തിന്റെ പരിശോധനകൾ താൻ അനുഭവിച്ചിട്ടുണ്ട്. ആ പരിശോധനകളിലെ ഏറ്റവും പ്രഥമമായ ഒരു പരിശോധനയായിരുന്നു ഈ അപ്പനൊക്കെ മരിച്ച ശേഷം ഈ അബ്രഹാമിനോട് ദൈവം തമ്പുരാൻ പറയാ, ഹാരാനിൽ വെച്ച് പറയാ, ഞാൻ നിന്നെ കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് നീ ഇറങ്ങി പുറപ്പെടണം. എങ്ങനെ പോണം, എവിടേക്ക് പോണം, അവിടെ ചെന്നാൽ എങ്ങനെയാണ്, അവിടെ ആരെങ്കിലും തന്നെ സ്വീകരിക്കാനുണ്ടോ, ഇതൊന്നും അബ്രഹാമിന് അറിയത്തില്ല. അബ്രഹാമിന് അങ്ങനെ അത്തരത്തിലുള്ള യാതൊരു ഗൈഡൻസും കർത്താവിൽ നിന്ന് ലഭിച്ചിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാനിടയായിത്തീരുന്നത്. അങ്ങനെ തന്നോട് ദൈവം തമ്പുരാൻ പറഞ്ഞു, കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടാൻ പറഞ്ഞു. അങ്ങനെ പോകാൻ ഈ അബ്രഹാമിന് ഒരു മടി ഉണ്ടായിരുന്നില്ല. ദൈവമാണത് പറഞ്ഞത് എന്നുള്ള ബോധ്യം തന്റെ ഹൃദയത്തിനകത്ത് ഉണ്ടായിരുന്നു. കർത്താവിനോട് ഭയങ്കരമായ വിശ്വാസം ഉണ്ടായിരുന്നു. ദൈവത്തോട് നല്ല വിശ്വാസമുള്ളത് കൊണ്ട് ഈ മനുഷ്യൻ, ഈ അബ്രഹാം ദൈവത്തെ അനുസരിക്കാനിടയായി തീർന്നു എന്നാണ് മനസ്സിലാക്കാനിടയായിത്തീരുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെ ഇറങ്ങി പുറപ്പെടണമെങ്കിൽ ഒരു മനുഷ്യന് ദൈവം പറഞ്ഞത് കേട്ടോണ്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് ഇറങ്ങി പോകണമെങ്കിൽ അവനെ ഒരു സ്ഥലത്ത് ശക്തമായി പിടിച്ചു നിർത്തുന്ന 3 വേരുകളുണ്ട്. ആ 3 വേരുകളും അറുത്തു മാറ്റിയെങ്കിലേ പോകാൻ പറ്റുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ ഇടയായിത്തീരുന്നത്. അതിൽ ഒന്നാമത്തെ ആ വേര് എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ധനസമ്പത്താണ്. നമ്മൾ സ്ഥലത്ത് പോയി താമസിച്ച് അവിടെ ജീവിക്കുമ്പോ പ്രിയമുള്ളവരെ, അവിടെ ആയിരിക്കും നമ്മുടെ സോഴ്സ് ഒക്കെ. അവിടെ നിന്നായിരിക്കും നമ്മുടെ ഉപജീവനമാർഗം നടക്കുന്നത്. അവിടെ ആയിരിക്കും നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതിനുള്ള സോഴ്സ് ഉള്ള സ്ഥലം അതാ. ഇന്ന് ഞാനൊരു വ്യക്തിയുമായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് വീട് വാടകയ്ക്ക് എടുക്കണം. ഇപ്പൊ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു മാറി വേറെ സ്ഥലത്തേക്ക് വീട് വാടകയ്ക്ക് എടുക്കണം. അപ്പൊ അദ്ദേഹം ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു, അവിടുന്ന് മാറി കുറച്ച് ദൂരെ മാറിയാൽ ഒരു വീട് കിടപ്പുണ്ട്. ആ വീടിനാവുമ്പോൾ വാടക കുറവുണ്ട്, അങ്ങോട്ടൊന്ന് നോക്കിയാലോ എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, എന്റെ ഓട്ടോ ഒക്കെ ഇവിടെയാ, ഞാൻ ഇവിടെ വന്ന് സെറ്റിലായി, ഇവിടെ ഉള്ള ആൾക്കാരും ഒക്കെ ആയിട്ട് ബന്ധങ്ങളായി, അപ്പൊ എനിക്ക് കിട്ടുന്ന ഓട്ടോ ഒക്കെ ഇവിടുന്നാണ് കിട്ടുന്നത്. അപ്പൊ ഇനി ഞാൻ ഇവിടുന്ന് മാറി വേറൊരു സ്ഥലത്തേക്ക് ഞാൻ താമസം മാറുമ്പോ സംഭവിക്കുന്നത്
എനിക്ക് ഓട്ടം നഷ്ടപ്പെട്ടു പോകും, എന്റെ ഉപജീവന മാർഗം നഷ്ടപ്പെട്ടു പോകും. പിന്നെ ആ പുതിയ സ്ഥലത്ത് ബന്ധങ്ങൾ ഉണ്ടായി വരുമ്പോഴേ എനിക്ക് അവിടുന്ന് ഒരു ഓട്ടം കിട്ടത്തുള്ളൂ, എന്റെ വരുമാനം ഇല്ലാതെ ആയി പോകും എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, അപ്പോ നമ്മൾ നിൽക്കുന്ന ഒരു സ്ഥലത്ത് അവിടെ നമ്മളിങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ആ താളത്തിൽ നമുക്ക് അങ്ങ് പോകാൻ പറ്റും. അവിടുന്ന് മാറുമ്പോൾ പുതിയൊരു സ്ഥലത്തേക്ക് മാറണമെങ്കിൽ അവിടെ നമുക്ക് പ്രതിസന്ധികളുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ ഇടയായിത്തീരുന്നത്. അങ്ങനെ ഈ ഈ ഒരു ധനം, പൈസ നമുക്കുണ്ടെങ്കിൽ, സമ്പത്ത് നമുക്കുണ്ടെങ്കിൽ നമുക്കൊരു ഒരു അകത്തൊരു ധൈര്യ, നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. കുറച്ചാൾ പിടിച്ചു നിൽക്കാൻ പറ്റുമല്ലോ, ഇത്ര പൈസ എന്റെ കയ്യിലുണ്ടല്ലോ, അതുകൊണ്ട് ഈ കുറച്ചാൾ പിടിച്ചു നിൽക്കാൻ പറ്റുമല്ലോ എന്നൊരു ചിന്ത നമ്മുടെ അകത്തുണ്ടാകും. അത് 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 അവന് ആത്മസംതൃപ്തി അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കുന്നതാണ് നമ്മുടെ കയ്യിലുള്ള പൈസ. നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ നമുക്കിത് ഒരു ധൈര്യ, ഒരു യാത്ര പുറപ്പെടണമെങ്കിൽ, ഒരു കാര്യം ചെയ്യണമെങ്കിൽ, ഒരിടത്ത് ജീവിക്കണമെങ്കിൽ ഒക്കെ നമുക്ക് നമുക്ക് അറിയാം, നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ എങ്ങനെയും ഒക്കെ തട്ടിമുട്ടി അങ്ങ് ജീവിച്ചു പോകാമല്ലോ എന്നൊരു ചിന്തയുണ്ട്. അപ്പോൾ ഈ അബ്രഹാമിന് ആ ഹാരാനിൽ വെച്ച് താന് ഈ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കി വിൽക്കുന്നത് പണിയായിരുന്നു അദ്ദേഹത്തിന് എന്നാണ് ചരിത്രമൊക്കെ പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ഒരു നല്ല ഒരു വലിയ കുഴപ്പമില്ലാത്ത സെറ്റപ്പിൽ ജീവിച്ചു വരുന്ന കുടുംബം. അവിടുന്ന് അബ്രഹാമിനോട് ഇറങ്ങി പൊയ്ക്കോ, ഇറങ്ങി പുറപ്പെട് എന്ന് പറയുമ്പോ അതിന്റെ തന്റെ സമ്പത്ത് അവിടെ നിന്ന് പോവുക, തനിക്കിനി വരുമാനം ഇല്ലാതെ വരിക, താൻ എങ്ങനെ മുന്നോട്ട് ജീവിക്കണം എന്ന് അറിയത്തില്ലാതെ പോകുന്ന ഒരു അവസരമാണ് ഈ ദൈവം തമ്പുരാൻ അവനോട് പറയുന്നത്, ഇറങ്ങി പുറപ്പെടുക, ഞാൻ കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക എന്ന് പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ അവന്റെ പ്രതിസന്ധി സമ്പത്താണ്. രണ്ടാമത്തെ പ്രതിസന്ധി കുടുംബ ബന്ധങ്ങൾ. നമുക്കറിയാം നമ്മുടെ കുടുംബ ബന്ധങ്ങൾ. ഈ കാലത്താണെങ്കിൽ നമുക്ക് ഫോണുണ്ട്, മൊബൈൽ ഫോണുണ്ട്, നമുക്ക് മറ്റേതെങ്കിലുമൊക്കെ മാധ്യമങ്ങളിലൂടെ നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ ബന്ധപ്പെടാനും ഒക്കെ കഴിയും. എന്നാൽ അബ്രഹാമിന്റെ കാലത്ത് ഒരു സ്ഥലത്ത് ജീവിക്കുമ്പോൾ ആ ചുറ്റുപാടിലായിരിക്കും അവരുടെ ആൾക്കാരൊക്കെ അവിടെയൊക്കെ തന്നെയായിരിക്കും ഉള്ളത്. അവരുമായിട്ടൊക്കെ നല്ല ബന്ധം ഉണ്ടാകും, കുടുംബക്കാർ തമ്മിൽ ബന്ധമുണ്ട്, ഒന്ന് വിളിച്ചാൽ ഓടി വരാൻ അവരുണ്ട്, ആൾക്കാരുണ്ട്. എന്നാൽ അബ്രഹാമിനോട് പറയാം, അബ്രഹാമേ ഞാൻ കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടാൻ പറയുമ്പോ ഈ ബന്ധക്കാരോട് നമുക്ക് പറഞ്ഞിട്ട് പോകാൻ സ്ഥലമില്ല, ഞാൻ ഇന്ന സ്ഥലത്തേക്ക് പോകുന്നത്, ഞാൻ ഇന്ന സ്ഥലത്തേക്ക് പോകാൻ കർത്താവിനോട് പറഞ്ഞു, ഞാൻ അതുകൊണ്ട് അങ്ങോട്ട് പോവുക എന്ന് പറഞ്ഞാല് ഈ ബന്ധക്കാർക്ക് വേണമെങ്കിൽ ഇടയ്ക്കൊന്ന് വരാം, ഒന്ന് അന്വേഷിക്കാം, ഇതൊക്കെ ചെയ്യാം. പക്ഷെ അബ്രഹാമിന് പറഞ്ഞു കൊടുക്കാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറയാൻ ഒരു അഡ്രസ് ഇല്ല. അങ്ങനെ കുടുംബ ബന്ധങ്ങളുടെ ഒരു പിൻബലം. നമുക്കറിയാം, നമ്മുടെ കൂടെ നമുക്ക് ഒരു ഒരു കുറച്ച് ബന്ധുക്കാരൊക്കെ ഉണ്ടെങ്കിൽ, കസിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, സ്വന്തക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ധൈര്യം, ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, എന്തെങ്കിലും വന്നാൽ എന്റെ കൂടെ നിൽക്കാൻ കുറച്ച് ആൾക്കാരുണ്ടല്ലോ, കുടുംബക്കാരുണ്ടല്ലോ എന്ന് ഒരു ബന്ധമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും കുടുംബക്കാരൊക്കെ ഉള്ളിടത്ത് താമസിക്കാനാണ് കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത്. ഒരു നല്ല ഒരു പിൻബലത്തിന് വേണ്ടിയാ അതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഇവരുടെ ആ പിൻബലം പ്രതിസന്ധികളിൽ നമുക്കൊരു ആശ്വാസം തരും. ഈ ബന്ധങ്ങളൊക്കെ അത് അറുത്തു മാറ്റിയെങ്കിലേ അബ്രഹാമിന് അവിടുന്ന് പോകാൻ പറ്റുള്ളൂ. അല്ലാതെ അബ്രഹാമിനോട് യാത്ര ചെയ്യാൻ ഒക്കെയല്ല പ്രിയമുള്ളവരെ. അങ്ങനെ രണ്ടാമത്തെ തന്റെ പ്രതിസന്ധി, തന്റെ ഒരു ഉറപ്പുള്ള, തന്നെ ഉറച്ചു നിർത്തുന്ന ഒരു വേരായിരുന്നു കുടുംബ ബന്ധങ്ങൾ. അത് അറുത്തു മാറ്റേണ്ടി വരുന്നു. മൂന്നാമത്തെ അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ പ്രതിസന്ധി കൂടെയുള്ള സമൂഹം, സൊസൈറ്റി. സ്വന്തക്കാർ മാത്രമല്ല, നമ്മുടെ വീട്ടുകാർ മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടുകളിലുള്ള ഒരാൾക്കാര്. നമുക്കറിയാം, നമ്മൾ ഇവിടുന്ന് മാറി വേറൊരു സ്ഥലത്ത് പോയി ഒരു നോർത്ത് ഇന്ത്യയിലോ അല്ലെങ്കിൽ മറ്റേതൊരു രാജ്യത്തോ ചെല്ലുവാണെങ്കിൽ ഒരു മലയാളിയെ കാണുമ്പം, ഒരു മലയാളിയാണെന്ന് കേൾക്കുമ്പം നമുക്ക് വലിയ സമാധാനം. ഇവിടെ ഒരു മലയാളി ഉണ്ടല്ലോ എന്നൊരു സമാധാനം. ഇനി അത് നമ്മുടെ ജില്ലക്കാരനാണെന്ന് അറിയുമ്പോൾ അത് കുറച്ചുകൂടെ ബന്ധം അടുത്ത് വരുന്നു. അല്ല, നമ്മുടെ പഞ്ചായത്തിലുള്ള ആളാണെന്ന് അറിഞ്ഞാൽ അത് കുറച്ചും കൂടെ ബന്ധം അടുത്ത് വന്നു. അപ്പൊ ഞാൻ നിങ്ങൾ പറയട്ടെ പ്രിയമുള്ളവരെ, ഈ നമ്മുടെ സൊസൈറ്റി, നമ്മൾ കൂടി നിൽക്കുന്ന, നമ്മൾ ചേർന്ന് നിൽക്കുന്ന ആ സൊസൈറ്റി നമുക്കൊരു പിൻബലമാണ്. ഒരു നാട്ടു സ്നേഹം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് പ്രിയമുള്ളവരെ. എന്നാൽ ഈ അബ്രഹാം ഇത് വിട്ടേച്ച് പോകുമ്പോ ചെല്ലുന്ന സ്ഥലത്ത് അവൻ എവിടെ ചെന്നാലും, ഏത് സ്ഥലത്ത് ചെന്നാലും അബ്രഹാം ഒരു വരത്തനായി മാറുവാണ്. അബ്രഹാം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായി ഒരു വരത്തനായി മാറുന്നു. ആരാലും പരിഗണിക്കപ്പെടാത്ത ഒരു വ്യക്തിത്വമായി അബ്രഹാം മാറും എന്ന് അബ്രഹാമിന് അറിയാമായിരുന്നു. എന്നിട്ടും ആ സമൂഹത്തെ, ആ സാമൂഹിക ബന്ധത്തെ അബ്രഹാം അറുത്തു മാറ്റിയിട്ടാണ് അബ്രഹാം പോകുന്നത്. അപ്പൊ ഒന്ന്, തന്റെ സമ്പത്ത്; രണ്ട്, തന്റെ കുടുംബ ബന്ധങ്ങൾ; മൂന്ന്, താൻ ചേർന്ന് നിന്നിരുന്ന ഒരു സൊസൈറ്റി. ആ സൊസൈറ്റിയും താൻ അവഗണിച്ചുകൊണ്ടാണ് അവിടുന്ന് യാത്ര തിരിക്കേണ്ടത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ മൂന്നും നമുക്ക് സുരക്ഷിതത്വ ബോധം നൽകുന്നതാണ്: സമ്പത്ത്, കുടുംബ ബന്ധങ്ങൾ, സൊസൈറ്റി. ഇത് മൂന്നും നമുക്ക് വ്യക്തിപരമായി അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നല്ലൊരു ബലം തരുന്ന, ഉറപ്പ് തരുന്ന കാര്യങ്ങളാണ്. ഇത് മൂന്നിനെയും അവഗണിച്ചുകൊണ്ട് വേണം ഇവിടുന്ന് പോകാൻ. ഇവയെല്ലാം അറുത്തു മാറ്റിയിട്ട് ദൈവത്തിൽ മാത്രം ആശ്രയം വെച്ച്
അബ്രഹാം ഇറങ്ങി പുറപ്പെടുക. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മളാണെങ്കിൽ ചിലപ്പോൾ നമ്മളെ കൊണ്ട് ആകിയല്ല, നമ്മളെ കൊണ്ട് ചിലപ്പോൾ പറ്റുന്നൊക്കെ നമുക്ക് തോന്നിയാലും നമുക്ക് ഇങ്ങനെ ഒരു അവസരം വരുമ്പോ നമുക്ക് ചിലപ്പോൾ അത് നടന്നെന്ന് വരികയില്ല. അങ്ങനെ നടന്നെന്ന് വരാൻ സാധ്യതയില്ലാഞ്ഞിട്ടും ഈ അബ്രഹാം അത് അനുസരിച്ചു, ദൈവത്തെ അനുസരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ ഇടയായിത്തീരുന്നത്. അങ്ങനെ ഈ ഈ 3 പ്രതിസന്ധിയെയും താൻ അതിജീവിച്ചാണ് പോകേണ്ടതായിത്തീരുന്നത്. ഈ ഒന്നാമത്തെ പരിശോധനയിൽ അബ്രഹാം പൂർണ്ണമായി വിജയിച്ചു. കർത്താവിന്റെ ഒന്നാമത്തെ പരിശോധനയിൽ അബ്രഹാം പരാജയപ്പെട്ടില്ല, അബ്രഹാം വിജയിച്ചു. ഞാൻ നിങ്ങളോട് പറയട്ടെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന ദൈവം തരുന്ന ചില പരിശോധനകൾ ഉണ്ടാകാം. ദൈവം നമ്മളെ ചിലപ്പോൾ ചില കാര്യങ്ങളിൽ പരിശോധിക്കുന്നുണ്ടാകാം. ആ പരിശോധനകളിൽ നമുക്ക് ജയിക്കാൻ കഴിയുന്നുണ്ടോ, നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ഇന്ന് രാവിലെ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാൻ പ്രിയമുള്ളവരെ. അങ്ങനെ ഈ 3 പരിശോധനയിലും ഈ 3 കാര്യത്തിലും അബ്രഹാം നല്ല ഒരു ജയം പ്രാപിച്ചപ്പോ, നല്ല ഒരു വിജയം ലഭിച്ചപ്പോ അബ്രഹാമിന് കിട്ടിയ ഗുണം 3 വാഗ്ദത്തങ്ങൾ ദൈവം അബ്രഹാമിന് കൊടുത്തു. ഈ 3 പരിശോധനകളെ ജയിച്ചപ്പോൾ അബ്രഹാമിന് ദൈവത്തിൽ നിന്ന് 3 പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളെ ലഭിച്ചു എന്നാണ് നമുക്ക് വായിക്കാനിടയായിത്തീരുന്നത്. ഒന്ന്, അബ്രഹാമിനോട് പറഞ്ഞു, ഞാനൊരു ദേശം നിനക്ക് തരും. നോർത്തേക്ക് അബ്രഹാം ഹാരാനിൽ നിന്ന് പോരുമ്പോ അവിടെ ചിലപ്പോൾ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടായിരിക്കും, കുറച്ച് ഒരു വീടൊക്കെ ചിലപ്പോൾ ഉണ്ടായിരിക്കും. പക്ഷെ അബ്രഹാമിനോട് പറയാ, നീ ചെല്ലുന്ന ദേശത്ത്, നീ കാലുകുത്തുന്ന ദേശം ഞാൻ നിനക്ക് തരും, നീ കാണുന്ന പ്രദേശം മുഴുവൻ ഞാൻ നിനക്ക് തരും. അപ്പോ ഒരു ദേശം, കനാൻ ദേശം അബ്രഹാമിന് വേണ്ടി ദൈവം വാഗ്ദാനം ചെയ്യുന്നു. അപ്പൊ പരിശോധനയിൽ ജയിച്ചപ്പോ, പരിശോധനകളെ ജയിക്കുമ്പോ നമുക്ക് അതിനൊരു പ്രതിഫലം ഉണ്ട്. അതിന് നമുക്കൊരു ഒരു 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 പ്രതിഫലം നമുക്ക് കർത്താവ് തരുന്നുണ്ട്. നമ്മൾ വെറുതെ പരിശോധനയിലേക്ക് വിടുകയല്ല. പരിശോധനയെ ജയിക്കുമ്പോൾ നമുക്കൊരു പ്രൊമോഷൻ ഉണ്ട്, നമുക്കൊരു അതിനൊരു സമ്മാനം കർത്താവ് നമുക്ക് വെച്ചിട്ടുണ്ട്. അബ്രഹാം പറയാ, ഞാൻ ഒരു ദേശം നിനക്ക് തരും, കനാൻ ദേശം ഞാൻ നിനക്ക് വേണ്ടി വാഗ്ദാനം ചെയ്യുന്നു, നിനക്കും നിന്റെ തലമുറകൾക്കും വേണ്ടി ആ ദേശത്തെ ഞാൻ അവകാശമായി തരാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. രണ്ടാമത്തെ അനുഗ്രഹം, സമർത്ഥമായ തലമുറ. അവിടെ പറയാണ്, ആകാശത്തിലെ ആ നക്ഷത്രങ്ങളെ പോലെ ഞാൻ നിനക്ക് മക്കളെ തരും. അപ്പോ ദൈവം തമ്പുരാൻ അബ്രഹാമിനോട് പറയാ, അബ്രഹാമേ, നിന്നെ ഞാൻ അനുഗ്രഹിക്കാൻ പോവുക. ഞാൻ നിന്നെ അനുഗ്രഹിക്കുമ്പോ, ഞാൻ അനുഗ്രഹിച്ചു കഴിയുമ്പോ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ, എണ്ണിക്കൂടാത്തതുപോലെ തലമുറകളെ നിനക്ക് തരും, പുത്രസമ്പത്ത് നിനക്ക് തരും. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് പറയാം, കർത്താവ് തരുന്ന സമ്പത്താണ്, സമ്പത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്പത്താണ് പുത്രസമ്പത്ത്, മക്കൾ എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ബാക്കി നമുക്ക് എന്ത് ഭൗതിക കാര്യങ്ങളുണ്ടെങ്കിലും അതിനേക്കാളെല്ലാം നമുക്ക് ഏറ്റവും വിലപ്പെട്ടത് നമ്മുടെ സന്തതികളാണ്. അത് അബ്രഹാമിന് കൊടുക്കുന്നത് എണ്ണമില്ലാതെയാണ് കൊടുക്കുന്നത്. കർത്താവിനെ അനുസരിച്ചാൽ, കർത്താവിനെ അനുസരിക്കുന്നവർക്ക് ദൈവം തരുന്ന ഏതു നന്മയും അത് എണ്ണമില്ലാതെ തരും. ഒരു കർത്താവിന്, ഈ അബ്രഹാമിനൊരു കുറച്ച് ഏരിയ, ഒരു ഏക്കർ കണക്കിന് സ്ഥലമോ അല്ലെങ്കിൽ ഒരു ഹെക്ടർ കണക്കിനുള്ള സ്ഥലമല്ല കൊടുക്കുന്നത്, ഒരു പ്രദേശം മുഴുവൻ, ഒരു രാജ്യം മുഴുവൻ കൊടുക്കുക, കനാൻ ദേശം മുഴുവൻ കൊടുക്കുന്നു. 2, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ഈ അബ്രഹാമിന് ധാരാളമായി സന്തതികളെ കൊടുക്കുന്നു, സമർത്ഥമായി തലമുറകളെ കൊടുക്കുന്നു. 3, ഒരു ആത്മീയ സന്തതിയെ ദൈവം തമ്പുരാൻ, ആത്മീയ സന്തതികളെ അബ്രഹാമിന് കൊടുക്കുന്നു. അബ്രഹാമിനോട് പറയാ, അബ്രഹാമേ, നീ ലോകത്തിലെ എല്ലാ ജനതകൾക്കും നീ ഒരു അനുഗ്രഹമായിരിക്കും. ഇത് കർത്താവായ യേശു കർത്താവിന്റെ ക്രൂശ് മരണത്തോടു കൂടെയാണ് സംഭവിക്കുന്നത്. അതുവരെ അബ്രഹാം ഈ യഹൂദന്മാർ സ്വന്തമായിരുന്നു. എന്നാൽ യേശു കർത്താവ് ആ കുരിശിൽ മരിച്ചപ്പോ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ സകല ജാതികൾക്കും നീ ഒരു അനുഗ്രഹമാകും. പ്രിയമുള്ളവരെ, ഇന്ന് യേശുവിനെ സ്വന്തരക്ഷിതാവായി സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിക്കും അബ്രഹാം പിതാവിന്റെ അനുഗ്രഹങ്ങൾ യേശുവിലൂടെ നമുക്കിലേക്ക് ലഭിക്കുന്നു. അപ്പോ അത് മുഖാന്തരം, യേശു കർത്താവിന്റെ ക്രൂശ് മരണത്തിൽ ഞാനും നിങ്ങളും വിശ്വസിക്കുന്നത് മുഖാന്തരം നമുക്കുണ്ടാകുന്ന ഗുണം അബ്രഹാമിന്റെ തലമുറകളിലേക്ക് നാം ആയിത്തീരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രിയമുള്ളവർ, ഞാൻ നേരത്തെ ആദ്യം തന്നെ പറഞ്ഞു, അബ്രഹാമിനെ കുറിച്ച് ദൈവം പറയാണ്, അവൻ എന്റെ സ്നേഹിതനായിരുന്നു, എന്റെ സ്നേഹിതന്റെ മക്കളാണ് നിങ്ങൾ എന്നാണ് ഇസ്രായേലിനെ കുറിച്ച് പറയുന്നത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോ യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറയാ, ആ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെയാ വായിക്കുന്നത്, ഞാൻ ഇനി ഒരു നാളും നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കുകയല്ല, ഞാൻ നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് വിളിക്കും. പ്രിയമുള്ളവരെ, അബ്രഹാമിനെ മാത്രം ദൈവം, പഴയ നിയമത്തിൽ അബ്രഹാമിനെ മാത്രം ദൈവം സ്നേഹിതൻ എന്ന് വിളിച്ചപ്പോ, ഇന്ന് ഈ പുതിയ നിയമത്തിൽ യേശുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഉണ്ടാകുന്ന ഗുണം എന്നാണെന്നറിയാമോ? എന്നെ നിങ്ങളെ നമ്മളെ കർത്താവ് വിളിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മളെ യേശു കർത്താവിന്റെ
സഹോദരന്മാർ, സ്നേഹിതന്മാർ എന്ന് കർത്താവ് നമ്മളെ വിളിക്കുന്നു പ്രിയമുള്ളവരെ. അപ്പൊ യേശു കർത്താവിന്റെ ആ വിളിയിൽ നമുക്ക് ആ കർത്താവുമായിട്ട് നല്ല ഒരു ബന്ധം, സ്നേഹിതന്മാർ. അവിടെ യേശു കർത്താവ് പറയുന്നത് സ്നേഹിതൻ എന്ന് വിളിക്കാൻ പറയാനുള്ള കാരണം പറയുന്നത് എന്താണെന്നറിയാമോ? പറയുന്നത് ഇങ്ങനെയാണ്: ഈ യേശു കർത്താവ് സ്നേഹിതൻ എന്ന് വിളിക്കുന്നതിന്റെ കാരണം, ദാസൻ യജമാനൻ ചെയ്യുന്ന എന്താണെന്ന് അറിയുന്നില്ല, എന്നാൽ യജമാനൻ ചെയ്യുന്ന അതെന്ന് അറിയുന്നില്ല, എന്നാൽ ആ സ്നേഹിതൻ എല്ലാം അറിയുന്നു. ഹൃദയ രഹസ്യങ്ങൾ പോലും സ്നേഹിതന്മാർ അറിയുന്നു. അതുകൊണ്ടാണ് ദാസൻ എന്ന് വിളിക്കാതെ സ്നേഹിതൻ എന്ന് വിളിക്കുന്നത് പ്രിയമുള്ളവരെ. അപ്പൊ അങ്ങനെ ഈ അബ്രഹാം 3 പരിശോധനയിലൂടെ കടന്നുപോയി. 3 പരിശോധനയും ജയിച്ചു. 3 നന്മകൾ, 3 വാഗ്ദത്തങ്ങൾ അവർക്ക് ഈ അബ്രഹാമിന് ലഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ വാഗ്ദത്തങ്ങളിൽ പൂർണ്ണമായി വിശ്വസിച്ച് അതിനുവേണ്ടി അബ്രഹാമിന് കാത്തിരിക്കാൻ സന്മനസ്സുണ്ടായിരുന്നു. അന്ന് കിട്ടിയില്ല, അന്ന് കിട്ടുന്നില്ല. ഓരോ സമയത്തിന് ശേഷം ഈ അനുഗ്രഹം അനുഭവിക്കാൻ പറ്റുന്നത്. പ്രിയമുള്ളവരെ, ഈ അബ്രഹാം അതിനുവേണ്ടി ആ പൂർണ്ണ വിശ്വാസത്തോടെ, നല്ല വിശ്വാസത്തോടെ കാത്തിരിക്കാൻ അബ്രഹാം റെഡിയായിരുന്നു. അബ്രഹാമിന്റെ ജീവിതത്തിൽ ഈ 1ാമത്തെ പരിശോധന കഴിഞ്ഞപ്പോ 2ാമത് മറ്റൊരു പരിശോധന കൂടെ കടന്നു വരുന്നത് നമുക്ക് കാണാൻ കഴിയും. അത് നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 22ാം അധ്യായത്തിലാണ് അത് കാണുന്നത്. തനിക്ക് കർത്താവ് കൊടുത്ത ഒരു വാഗ്ദത്ത സന്തതി, ആ വാഗ്ദത്ത സന്തതിയായ ഇസഹാക്ക്, ആ ഇസഹാക്കിനെ കർത്താവ് പറയാ, നീ കൊണ്ടുപോയി യാഗം കഴിക്കണം. ഞാൻ കാണിക്കാനിരിക്കുന്ന ദേശത്ത് ഞാൻ അവനെ കൊണ്ടുപോയി നീ യാഗം കഴിക്കണം എന്ന് ദൈവം ആവശ്യപ്പെടാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, ഇതിനു മുമ്പ് പറഞ്ഞ വാഗ്ദത്തങ്ങളെ പോലെയല്ല, ഇതിനു മുമ്പ് ദൈവം പറഞ്ഞ ആ കൽപ്പന പോലെയല്ല ഈ കൽപ്പന. അതും ഇതും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ഇറങ്ങി പുറപ്പെടാൻ പറയുമ്പോൾ അബ്രഹാമിന് ദൈവമാണല്ലോ പറഞ്ഞത് എന്ന് കരുതി അബ്രഹാം ഇറങ്ങി പുറപ്പെട്ടു. ചിലപ്പോൾ ഇനി ഏതെങ്കിലും ദേശത്ത് പോയി ജോലി ചെയ്തിട്ടാണെങ്കിലും ജീവിക്കാമല്ലോ എന്ന് ഒരാഗ്രഹം എന്ന് ചിന്തിക്കാൻ പ്രിയമുള്ളവരെ. എന്നാൽ ഇപ്പോഴത്തെ 2ാമത്തെ പരിശോധന അങ്ങനെയല്ല. ആ പരിശോധനയുടെ കട്ടി കുറച്ചുകൂടെ കൂടുന്നു. തനിക്ക് കർത്താവ് 100ാമത്തെ വയസ്സിൽ കൊടുത്ത ഒരു മകൻ, ആ മകനെ കഴിഞ്ഞ 10-20 വർഷം അബ്രഹാം നന്നായി നോക്കി, ഒത്തിരി ഓമനിച്ച് സ്നേഹിച്ച വളർത്തിയത്. പ്രിയമുള്ളവർ, ഞാൻ പല സഭകളിൽ മാറി ശുശ്രൂഷിച്ച് ആണ് ഇവിടെ എത്തിച്ചേരുന്നത്. അപ്പോ ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം, ഒറ്റ മക്കളുള്ള ചില മാതാപിതാക്കളെ എനിക്കറിയാം. ആണായിട്ടും പെണ്ണായിട്ടും ഒക്കെ ഒരു ഒച്ചയുള്ളെങ്കിൽ ആ കൊച്ചിന്റെ സ്ഥാനം എപ്പോഴും അപ്പന്റെ അമ്മയുടെയും ഇടയിലായിരിക്കും. ഒന്നിലധികം കുടുംബങ്ങളെ എനിക്കറിയാം. എങ്ങോട്ട് പോകണമെങ്കിലും ഈ അപ്പന്റെ അമ്മയുടെ ഇടയിൽ തന്നെ ഉണ്ടാവും മക്കള്. നടന്നു പോവുകയാണെങ്കിൽ മകൻ നടുക്കായിരിക്കും നടക്കുക, അല്ലെങ്കിൽ മകൾ നടുക്കായിരിക്കും നടക്കുക. അപ്പനും അമ്മയും അപ്പുറത്ത് സൈഡിലുണ്ടാകും. അങ്ങനെ ഒരു പ്രായമുള്ള നല്ല ഒരു ഡിഗ്രി ഒക്കെ കഴിഞ്ഞ ഒരു മകനെ കുറിച്ച് എനിക്കറിയാം. ആ മകന്റെ ആ പിതാവ് കൂട്ടുകാരുടെ ആരുടെ ബൈക്കിൽ പോലും ഈ മകനെ വിടുകയല്ല. കാറാണെങ്കിൽ ചിലപ്പോൾ പറഞ്ഞു വിടും, ബൈക്കിൽ പോലും ഒരിടത്തും പറഞ്ഞു വിടുകയല്ല അപ്പനും അമ്മയും ഇല്ലാതെ. അങ്ങനെ ഈ ഒരു മകനുള്ളപ്പോ അവരെ ഒത്തിരി ലാളിച്ചും സ്നേഹിച്ചും ഓമനിച്ചുമായിരിക്കും വളർത്തുന്നത്. ഇത് പ്രത്യേകിച്ച് ഇസഹാക്കിന്റെ പ്രത്യേകത ഈ 100ാമത്തെ വയസ്സിൽ ലഭിച്ച മകനാ. അതുകൊണ്ട് ഒരു പ്രതീക്ഷയില്ലാതിരിക്കുമ്പോ, പ്രതീക്ഷ നഷ്ടപ്പെട്ടിരുന്നപ്പോ കിട്ടിയ മകനാ. അതുകൊണ്ട് അവനെ ഒത്തിരി സ്നേഹത്തോടും ലാളനത്തോടും വളർത്തിക്കൊണ്ടുവരിക. അങ്ങനെ 10-20 വർഷം വളർത്തി കഴിഞ്ഞപ്പോ ഈ കർത്താവ് പറയാ, ദൈവം തമ്പുരാൻ പറയാ, ഞാൻ നിന്നെ കാണിക്കാനിരിക്കുന്ന ദേശത്ത് നീ ഇവനെ കൊണ്ടുപോയി ആ യാഗം കഴിക്കണം എന്ന് പറയാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, അന്ന് ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, ചിലപ്പോൾ അബ്രഹാമിന് അന്ന് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടാവുമോ എന്ന് എനിക്ക് അറിയത്തില്ല. ഈ അബ്രഹാമിന് ഇത് ആരോടും പറയാൻ പറ്റുകയല്ല. ഭാര്യയോട് പറയാനൊക്കെയല്ല, ദാസന്മാരോട് പറയാനൊക്കെയല്ല, കൂട്ടുകാരോട് പറയാനൊക്കെയല്ല, ആരോടും പറയാതെ തന്റെ ഹൃദയത്തിൽ മാത്രം ഈ വാർത്ത സൂക്ഷിച്ചു വെച്ചേക്കുക. അടുത്ത ദിവസം എന്റെ മകനെ ഞാൻ ഓമനിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന, ഞാൻ കരുതുന്ന, എനിക്ക് നാളെ ഞാൻ വാർദ്ധക്യത്തിലാകുമ്പോൾ എന്നെ സംരക്ഷിക്കുമെന്ന് കരുതുന്ന എന്റെ ഒരേ ഒരു പുത്രൻ, ആ മകനെ കൊണ്ടുപോയി യാഗം കഴിക്കണമെന്ന് പറയുമ്പോ ഈ അബ്രഹാം പിതാവ് വളരെ വേദനയോടെ, ഹൃദയത്തിലെ വേദനയോടെ ആയിരിക്കും ചിലപ്പോൾ വാർത്ത കേൾക്കുന്നതും അനുസരിക്കുന്നതും. പക്ഷേ ഞാൻ നിങ്ങൾ പറയട്ടെ പ്രിയമുള്ളവരെ, അതിൽ അബ്രഹാം വളരെ സക്സസ് ആയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടതായിത്തീരുന്നത്. ചിലപ്പോൾ നമുക്ക് തോന്നും അബ്രഹാം യാഗം കഴിച്ചില്ല എന്ന് നമുക്ക് തോന്നും. നമ്മുടെ ദൃഷ്ടിയിൽ ആ അബ്രഹാം തന്റെ മകനെ യാഗം കഴിച്ചില്ല എങ്കിലും കർത്താവിന്റെ ദൃഷ്ടിയിൽ അബ്രഹാം യാഗം കഴിച്ചു. എബ്രായ ലേഖനം 11ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോ 11ാം അധ്യായത്തിന്റെ 17ാമത്തെ വാക്യത്തിൽ നാം ഇവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: അബ്രഹാം വിശ്വാസത്താൽ ഇസഹാക്കിനെ ദൈവത്തിന് യാഗം അർപ്പിച്ചു എന്നാണ് വായിക്കുന്നത്. പ്രിയമുള്ളവരെ, അപ്പോ അബ്രഹാം
ഇസ്ഹാക്കിനെ യാഗം അർപ്പിച്ചു എന്ന് തന്നെ ദൈവം സ്വീകരിച്ചു. അത് അർപ്പിച്ചതായി തന്നെ സ്വീകരിച്ചു. എന്നാ കാര്യം അറിയാമോ? ഒരു മടിയും അബ്രഹാമിന്റെ മുഖത്തുണ്ടായില്ല. അവന്റെ ഹൃദയത്തെ അറിയാവുന്ന ദൈവത്തിന് മനസ്സിലായി, ഈ അബ്രഹാം ഇസ്ഹാക്കിനെ യാഗം കഴിക്കാൻ റെഡിയാണ്. പ്രിയമുള്ളവരെ, ദൈവം എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന ഒരു കുടുംബം, ദൈവം എന്ത് പറഞ്ഞാലും ഒരു വ്യത്യാസവും വരുത്താതെ അതിനു വേണ്ടി ജീവൻ കൊടുക്കേണ്ടി വന്നാൽ അത് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു നല്ല കുടുംബ അബ്രഹാമിന്റെ കുടുംബം. ദൈവത്തെ കഴിഞ്ഞേ അബ്രഹാമിന്റെ ജീവിതത്തിൽ ആ കുടുംബത്തിൽ എന്തെങ്കിലും ഉള്ളൂ. അതല്ലേ ഏകജാതനായി മകനെ കൊടുക്കാൻ പറയുമ്പോൾ ഒരു മടിയും കൂടാതെ ആ ചെറുപ്പക്കാരനെ പിടിച്ച് യാഗപീഠത്തിന്റെ മുകളിൽ കിടത്തി കഴുത്തറക്കാൻ വേണ്ടി വാളെടുത്ത അബ്രഹാം. പ്രിയമുള്ളവരെ, എന്നാ കാര്യം അറിയാവോ? തന്റെ ജീവിതത്തിൽ മറ്റെന്തിനേക്കാളും വിലപിടിപ്പുള്ളതായി ദൈവത്തെ അബ്രഹാം സ്നേഹിക്കുന്നു. പ്രിയമുള്ള, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ അബ്രഹാമിന് വേണ്ടി യേശു കർത്താവ് തന്റെ ജീവൻ കൊടുത്തിട്ടില്ല. ദൈവം തന്റെ ജീവൻ കൊടുത്തിട്ടില്ല. അദ്ദേഹത്തെ സ്നേഹിതൻ എന്ന് വിളിച്ചതേ ഉള്ളൂ. എന്നാൽ എന്റെ നിങ്ങളുടെ അവസ്ഥ അങ്ങനെയല്ല. നമ്മളെ യേശു കർത്താവ് നമുക്ക് വേണ്ടി യേശു കർത്താവിന്റെ അവസാന തുള്ളി രക്തം വരെ മറുവിലയായി തന്ന കർത്താവ്. നമുക്ക് പറയാൻ പറ്റുമോ? ഈ അബ്രഹാം ചെയ്തതുപോലെ, അബ്രഹാമിനെ പോലെ കർത്താവ് എന്ത് ചോദിച്ചാലും, മക്കളെ വേണ്ട പ്രിയമുള്ളവരെ, എന്ത് ചോദിച്ചാലും നമുക്ക് കൊടുക്കാൻ പറ്റുമോ? വേണ്ട, നമ്മുടെ സമയം കർത്താവിന് കൊണ്ട് കൊടുക്കാൻ പറ്റുമോ? ഒരു മണിക്കൂറുടെ കൂടുതൽ സമയം കർത്താവിന് കൊണ്ടിരിക്കാൻ കർത്താവ് ആവശ്യപ്പെട്ടാൽ നമുക്കത് കൊടുക്കാൻ പറ്റുമോ? രണ്ടുപേരോട് യേശുവിനെ കുറിച്ച് പറയാൻ, മറ്റുള്ളവരോട് യേശുവിനെ കുറിച്ച് പറഞ്ഞാൽ നമുക്കത് പറ്റുമോ? പ്രിയമുള്ളവരെ, ഈ അബ്രഹാം ഒന്ന് ഇറങ്ങി കയറാവോ? എന്നെ പറ്റിയ ഒന്ന് ഇപ്പൊ കാണാം പറഞ്ഞോ. And brought him to an inn. ഞാൻ പറഞ്ഞ കേൾക്കാവോ? കേൾക്കത്തില്ലേ? കേൾക്കത്തില്ലേ? പാസ്റ്ററേ, കേറിക്കോ.
കേൾക്കാം പാസ്റ്ററെ, പറഞ്ഞു. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. അപ്പൊ അബ്രഹാമിന്റെ ഒന്നാമത്തെ പരിശോധനയിൽ അബ്രഹാം വളരെ സക്സസ് ആയി വിജയിച്ചപ്പോ കർത്താവ് അബ്രഹാമിന് 3 വാഗ്ദാനങ്ങൾ കൊടുത്തു. അത് അങ്ങനെ കഴിഞ്ഞപ്പോ രണ്ടാമത് ഒരു പരിശോധന കൂടെ അബ്രഹാമിന്റെ ജീവിതത്തിൽ ഉണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. രണ്ടാമത്തെ പരിശോധന ആദ്യത്തെ പരിശോധനയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു. ആദ്യത്തെ പരിശോധന താൻ താമസിക്കുന്ന ദേശത്ത് നിന്ന് മാറി മറ്റൊരു ദേശത്ത് പോയി താമസിക്കുക എന്നുള്ളതായിരുന്നു. എന്നാൽ രണ്ടാമത്തെ പരിശോധന അങ്ങനെയല്ല, കുറച്ചുകൂടെ കട്ടിയുള്ളതായിരുന്നു. എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ, തന്റെ ഒരേ ഒരു മകൻ, തനിക്ക് കർത്താവ് കൊടുത്ത 100-ാമത്തെ വയസ്സിൽ തനിക്ക് കർത്താവ് കൊടുത്ത ഏകജാതനായ മകനെ കർത്താവ് പറയാ, ഞാൻ കാണിക്കാതിരിക്കുന്ന മോര്യാദേശത്ത്, ഞാൻ കാണിക്കാതിരിക്കുന്ന മലയിൽ നീ അവനെ എനിക്ക് യാഗം കഴിക്കണം എന്ന് പറയേണ്ടതായിത്തീർന്നു. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ പല സ്ഥലങ്ങളിൽ ചർച്ചകളിൽ ഇരുന്ന് സ്ഥലം മാറിയാണ് ഇപ്പോൾ ഞാൻ ഇവിടെ കോതമംഗലത്ത് എത്തിയിട്ടുള്ളത്. അങ്ങനെ ഈ ഞാൻ പോയ പല സഭകളിലും ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രത്യേകതയുണ്ട്. ഒരു കുട്ടി ഉണ്ടെങ്കിൽ, അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, ഒരു കുട്ടിയുള്ള ആ കുടുംബത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ കുട്ടിയുടെ സ്ഥാനം എപ്പോഴും അപ്പന്റെ അമ്മയുടെ നടുക്കായിരിക്കും. അവരെവിടെ പോയാലും, ബസ്സേ കയറിയാൽ അപ്പന്റെ അമ്മയുടെ നടുക്കുണ്ടാകും, ചർച്ചിൽ പോയാൽ അപ്പന്റെ അമ്മയുടെ നടുക്കുണ്ടാകും, എവിടെ പോയാലും ആ കുട്ടി അപ്പന്റെ അമ്മയുടെ നടുക്കായിരിക്കും ഉണ്ടായിരിക്കുക. അവനെ വിട്ട് എങ്ങും മാറത്തില്ല. എനിക്കറിയാവുന്ന ഒരു കുടുംബത്തിൽ ഡിഗ്രി കഴിഞ്ഞ ഒരു മകൻ, ആ മകനെ കൂട്ടുകാരുടെ കൂടെ ബൈക്കേ പോലും എങ്ങും വിടത്തില്ല. കാറാണെങ്കിൽ ചിലപ്പോ ഒന്ന് ആലോചിക്കും, ബൈക്കേ പോലും എങ്ങും വിടത്തില്ല. കാര്യം അത്രമാത്രം ഈ ഒരു മകനുള്ളപ്പോ ആ മാതാപിതാക്കൾ വളരെ ആത്മാർത്ഥമായി കരുതുകയും സ്നേഹിക്കുകയും പരിപാലിക്കുകയും ഒക്കെ ചെയ്യും. അങ്ങനെ നോക്കി 100-ാമത്തെ വയസ്സിൽ ലഭിച്ച കുട്ടി, ആ കുട്ടിയെ 10-20 വയസ്സ് മിച്ചം വളർത്തി. അങ്ങനെ ഇരിക്കുന്ന ആ ഒരു കുട്ടി ഒരു 20 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും മാതാപിതാക്കൾക്ക് ഒരു ആശ്വാസമാണ്. എന്റെ മകൻ വളർന്നല്ലോ, ആ മകൻ ഇനി എന്നെയാളെ നോക്കുമല്ലോ എന്നൊക്കെ ഒരു ആശ്വാസം. ആ സമയത്താണ് കർത്താവ് പറയുന്നത്, ഞാൻ കാണിക്കാതിരിക്കുന്ന ദേശത്ത്, മോറിയ ദേശത്ത് ഞാൻ കാണിക്കാതിരിക്കുന്ന മലയിൽ കൊണ്ടുപോയി അവനെ യാഗം കഴിക്കണം. പ്രിയമുള്ളവരെ, അബ്രഹാം ദൈവത്തെ അനുസരിച്ചു. ഒരു മടിയും കൂടാതെ അബ്രഹാം ദൈവത്തെ അനുസരിച്ചു. നമുക്ക് ചിലപ്പോൾ തോന്നും, ഇസ്ഹാക്കിനെ ഞാൻ കഴിച്ചില്ലല്ലോ എന്ന് നമുക്ക് തോന്നിയാലും എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായി അവിടെ എഴുതി വച്ചിരിക്കുകയാണ്, വിശ്വാസത്താൽ അബ്രഹാം ഇസഹാക്കിനെ യാഗം കഴിച്ചു എന്നാണ് നമ്മളവിടെ വായിക്കാനിടയായിത്തീരുന്നത്. അപ്പൊ ദൈവം തമ്പുരാന്റെ അക്കൗണ്ടിൽ അത് യാഗം കഴിച്ചു എന്ന് തന്നെ എഴുതി വെച്ചു. പ്രിയമുള്ളവരെ, അങ്ങനെ ആ അബ്രഹാം 2-ാമത്തെ പരിശോധനയിലും വളരെ സക്സസ് ആയി ജയിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താ കാര്യം എന്നറിയാമോ? റോമാലേഖനം 4-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യത്തിൽ ഒന്ന് വായിച്ചു സഹായിക്കാമോ? റോമാലേഖനം 4-ാം അധ്യായം അതിന്റെ 20-ാമത്തെ തിരുവചനം. റോമാലേഖനം 4-ാം അധ്യായം 20-ാമത്തെ വാക്യം. റോമാലേഖനം 4-ാം അധ്യായം 20-ാം വാക്യം. ദൈവത്തിന്റെ വാഗ്ദത്തത്തെങ്കിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. അബ്രഹാം ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ അവിശ്വസിക്കാതെ വിശ്വസിച്ച് വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു. പ്രിയമുള്ളവരെ, അബ്രഹാമിന് ദൈവത്തിൽ വിശ്വാസമായിരുന്നു. ദൈവം കരുതുന്നവനാണ്, യഹോവ കരുതുന്നവനാണ് എന്ന് അബ്രഹാമിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. ക്രിസ്തീയ ജീവിതത്തിന്റെ മുഖമുദ്ര എന്ന് പറയുന്നത് വിശ്വാസമാണ്. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിശ്വാസമാണ്. നമ്മൾ ചർച്ചിൽ പോയത് കൊണ്ടോ നമ്മൾ പ്രാർത്ഥന കൂടിയത് കൊണ്ടോ കാര്യമായില്ല. നാം വിശ്വസിക്കുന്നില്ലെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിൽ യാതൊരു അർത്ഥവും ഉണ്ടാകുന്നില്ല. അബ്രഹാമിന് ദൈവത്തെ നല്ല വിശ്വാസമായിരുന്നു. ഒരു ശകലം പോലും അബ്രഹാമിന്റെ ഹൃദയത്തിൽ ദൈവത്തോട് സംശയം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ മകനെ യാഗം കഴിക്കാൻ പറയുമ്പോൾ അബ്രഹാം ഓർത്തു, പണ്ട് ദൈവം പറഞ്ഞൊരു വാഗ്ദത്തം. ആ വാഗ്ദത്തം ഇങ്ങനെയാണ്, നീ ആകാശത്തിലെ നക്ഷത്രങ്ങളെ എണ്ണാമോ നോക്ക്, എണ്ണാൻ പറ്റുമോ നോക്കിക്കേ, അതുപോലെ ഞാൻ നിനക്ക് സന്തതികളെ തരും എന്ന് പറഞ്ഞ ആ ദൈവത്തെ വിശ്വാസമായിരുന്നു. ഈ ഒരു ഇസഹാക്കിനേക്കാൾ അബ്രഹാമിന് വിശ്വാസം ദൈവത്തെ ആയിരുന്നു. അതുകൊണ്ടാണ് ആ ഇസഹാക്കിനെ യാഗം കഴിക്കാൻ ഈ അബ്രഹാമിന് ബുദ്ധിമുട്ടൊന്നും കൂടാതെ ചെയ്യാൻ പറ്റുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ തുടക്കം വിശ്വാസത്താലായിരിക്കണം.
തുടർച്ച വിശ്വാസത്താലായിരിക്കണം. അതിന്റെ പര്യവസാനവും അത് വിശ്വാസത്താലായിരിക്കണം എന്നാണ്. പൂർത്തീകരണവും വിശ്വാസത്താലായിരിക്കണം. അപ്പോ തുടക്കവും തുടർച്ചയും പൂർത്തീകരണവും വിശ്വാസത്താലായിരിക്കണം എന്നാണ് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇടയ്ക്ക് വെച്ച് നമ്മുടെ വിശ്വാസം കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അതിന്റെ കാരണം നമ്മൾ ദൈവത്തിന്റെ വിളി കേട്ടാണ് ഞാൻ നിങ്ങളൊക്കെ ഇറങ്ങി തിരിച്ചത്. ചുമ്മാ സ്വപ്നം കണ്ടിറങ്ങി വന്നതൊന്നുമല്ല. നമ്മൾ വെറുതെ ആരെങ്കിലും പറഞ്ഞു കേട്ടൊന്നും പ്രിയമുള്ളവർ നമ്മൾ ആരും ഈ വിശ്വാസത്തിലേക്ക് ഇറങ്ങി വരികയില്ല. കാര്യം എന്നറിയാവോ, നമ്മൾ ഇതിനു മുമ്പ് നിന്ന സമുദായങ്ങൾ, നമ്മൾ ഇതിനു മുമ്പ് നിന്ന സഭകൾ, അതൊന്നും തീരെ മോശമല്ല. അവിടെ നമുക്ക് നല്ല എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു, നല്ല ശവക്കോട്ട ഉണ്ടായിരുന്നു, നല്ല പള്ളി ഉണ്ടായിരുന്നു, നല്ല പെരുന്നാൾ ഉണ്ടായിരുന്നു, നല്ല ബന്ധങ്ങൾ ഉണ്ടായിരുന്നു, നല്ല ആൾക്കാര്, എല്ലാം കൊണ്ടും നല്ല പ്രൗഢി ഉണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം കളഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കണമെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, അബ്രഹാം ഇറങ്ങിത്തിരിച്ചപ്പോ തന്റെ ജീവിതത്തിൽ തന്റെ ബന്ധങ്ങളൊക്കെ മുറിച്ചു മാറ്റിയതുപോലെ, തന്റെ വേരുകളൊക്കെ മുറിച്ചു മാറ്റി ഇറങ്ങിത്തിരിച്ചവരാ ദൈവമക്കളൊക്കെ എന്ന് മറന്നു പോകരുത് പ്രിയമുള്ളവരെ. അപ്പൊ നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ കർത്താവിനോടുള്ള ആ സ്നേഹം കൊണ്ടാ ഇറങ്ങിത്തിരിച്ചത്. ഒരിക്കൽ സുവിശേഷം കേട്ടപ്പോ യേശു എന്റെ കർത്താവാണെന്ന് വിശ്വസിക്കുന്നോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും കൈ ഉയർത്തി യേശു എന്റെ കർത്താവാണ് എന്ന് ഏറ്റു പറഞ്ഞത് പ്രിയമുള്ളവരെ, അത് വലിയൊരു തീരുമാനമായിരുന്നു. അങ്ങനെ ആ തീരുമാനം എടുത്ത് സ്റ്റെപ്പ് വെച്ച് നമ്മൾ ആരാധനയ്ക്ക് പോകാൻ തുടങ്ങുമ്പോൾ, ചർച്ചിലേക്ക് പോകാൻ തുടങ്ങുന്നത് ചെറിയൊരു തീരുമാനമല്ല, ചെറിയൊരു കാര്യമായിരുന്നില്ല. അതിന്റെ കാര്യം എന്നറിയാമോ, അത് നമ്മൾ ധൈര്യമായിട്ട് ആ സ്റ്റെപ്പ് വെക്കാനുള്ള കാരണം നമ്മുടെ അകത്തൊരു നല്ല വിശ്വാസം ഉണ്ടായി. വചനത്തെ വിശ്വസിച്ചു, ദൈവത്തെ വിശ്വസിച്ചു. ആ ദൈവത്തോടുള്ള നമ്മുടെ ആത്മാർത്ഥമായ വിശ്വാസം കൊണ്ടാ നമ്മൾ അന്ന് സ്റ്റെപ്പ് വെച്ചത്. അത് കഴിഞ്ഞ് ഈ നമ്മുടെ വിശ്വാസയാത്രയിൽ പലതും കണ്ട്, പലതും കേട്ട്, പലരെയും കണ്ട് അങ്ങും അവിടെ ഇവിടെയൊക്കെ നോക്കിയപ്പോ പ്രിയമുള്ളവർ നമ്മുടെ വിശ്വാസം കുറഞ്ഞുപോയി. ചിലപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് വേണമായിരുന്നോ, ഇറങ്ങിത്തിരിക്കണമായിരുന്നോ ഒക്കെ തോന്നിക്കാണും. പ്രിയമുള്ളവർ, ഞാൻ നിങ്ങളോട് പറയാം, അത് കർത്താവിൽ നിന്ന് കണ്ണു മാറിയപ്പോഴാണ് അങ്ങനെ തോന്നിയത്. എപ്പോഴൊക്കെ കണ്ണ് യേശുവിലേക്ക് നോക്കുന്നോ, യേശു കർത്താവിലേക്ക് നോക്കുന്നോ, നമ്മുടെ വിശ്വാസത്തിന് ഒരു ക്ഷീണം ഉണ്ടാകുകയില്ല. അതുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്, അവനെ നോക്കുക, യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക, നമ്മുടെ കർത്താവായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. വേറെ എങ്ങോട്ട് ശ്രദ്ധ പോകാതെ യേശുവിനെ മാത്രം ശ്രദ്ധിച്ചു നോക്കണമെന്നാണ് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഈ അബ്രഹാം ദൈവത്തെ അങ്ങനെ വിശ്വസിച്ചതുകൊണ്ട് കർത്താവിന്റെ പുറകെ കർത്താവ് പറയുന്നത് അതേപടി കേൾക്കാൻ ഈ അബ്രഹാമിന് ഒരു മടി ഉണ്ടായിരുന്നില്ല. അപ്പൊ അബ്രഹാമിന്റെ കുടുംബത്തിന്റെ പ്രത്യേകത, താൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു കുടുംബമായിരുന്നു. അബ്രഹാമിന്റെ ഭാര്യയും മക്കളും ഒക്കെ ഇസഹാക്കിനെ യാഗം കഴിക്കാൻ ചെല്ലുമ്പോ ഇസഹാക്കിന് ഏകദേശം വേദപണ്ഡിതാക്കൾ പറയുന്നത് 22 വയസ്സ് പ്രായമുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അബ്രഹാമിന് 122 വയസ്സായി. ആ 122 വയസ്സുള്ള ഒരു പടുവൃത്തനും 22 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനൂടെ യാഗം കഴിക്കാൻ പോകുന്നത്. അവിടെ ചെന്ന് യാഗപീഠം പണിത് യാഗപീഠത്തിൽ വിറകെല്ലാം പറക്കി വെച്ച ശേഷം മകനെയാണ് അങ്ങോട്ട് എടുത്ത് കിടത്താൻ പോകുന്നത്. ഈ മകന് അപ്പനെ എടുത്ത് കിടത്താനാ ആരോഗ്യമുള്ളത്. മകനെ എടുത്ത് കിടത്തതിനേക്കാൾ ആരോഗ്യം മകനാണുള്ളത് പ്രിയമുള്ളവരെ. പക്ഷെ ആ അബ്രഹാം പറഞ്ഞു, മോനെ, ഇന്ന് നിന്നെയാണ് യാഗം കഴിക്കാൻ ദൈവം പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുമ്പോ ഒരു മടിയും കൂടാതെ ആ ഇസഹാക്ക് ആ യാഗപീഠത്തിലേക്ക് കയറി കിടക്കണമെങ്കിൽ എന്നെ കാര്യം അറിയാമോ, അവനും ദൈവത്തിൽ വിശ്വസിക്കുന്നു. ആ പിതാവിന്റെ വിശ്വാസത്തിൽ നിന്ന് ഈ ഇസഹാക്ക് ഒട്ടും പുറകിലല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രിയമുള്ളവർ, യാഗം കഴിക്കാൻ പോകുമ്പോ അപ്പനോട് ചോദിക്കുന്നുണ്ട്, യാഗത്തിനുള്ള വിറകുണ്ട്, കത്തിയുണ്ട്, തീയുണ്ട്, ആടെവിടെയാ എന്ന് ഇസഹാക്ക് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഈ അപ്പൻ യാഗം കഴിക്കുന്നത് നിരന്തരമായി കാണുന്ന ഒരു മകനായിരുന്നു. എന്നും ഈ യാഗം കഴിക്കുമ്പോൾ കൂടെ പോകുന്ന ഒരു മകനായിരുന്നു ഇസഹാക്ക്. ആരാധനയ്ക്ക് അബ്രഹാം കൂടെ കുടുംബമായിട്ടായിരുന്നു പോകുന്നത്, ഒറ്റയ്ക്കല്ലായിരുന്നു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ആരാധനയ്ക്ക് പോകുമ്പോൾ നിങ്ങളുടെ മക്കൾ എവിടെയാ? അവര് ആരാധനയ്ക്ക് പോകാൻ പറ്റുന്നുണ്ടോ? അവര് സന്ധിക്ക് പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നുണ്ടോ? അവര് ബൈബിൾ വായിക്കുന്നുണ്ടോ? അവർ ദൈവവഴിയിലാണ് നടക്കുന്നത്? നിങ്ങൾക്ക് വല്ല ബോധ്യമുണ്ടോ ആ കാര്യത്തിൽ? പ്രിയമുള്ളവരെ, ഈ അബ്രഹാമിന്റെ കുടുംബം ഒരു നല്ല വിശ്വാസ കുടുംബമായിരുന്നു. അവര് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുന്ന ഒരു നല്ല കുടുംബമായിരുന്നു. എങ്ങനെയാണ് ആരാധന എന്ന് ഈ ഇസഹാക്കിന് നന്നായി അറിയാമായിരുന്നു. അങ്ങനെ പ്രിയമുള്ളവരെ, ഈ അബ്രഹാമിനോട് കർത്താവ് പറഞ്ഞ അബ്രഹാമിന്റെ ജീവിതത്തിലെ രണ്ടാമത്തെ ആ പ്രതിസന്ധി അല്ലെങ്കിൽ രണ്ടാമത്തെ ആ പരിശോധനയിൽ ഈ അബ്രഹാം സക്സസ് ആയി എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഞാൻ വീണ്ടും പറയാം, നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ തുടക്കം വിശ്വാസത്തിലായിരുന്നു, തുടർച്ച അത് വിശ്വാസത്തിലായിരിക്കട്ടെ, അതിന്റെ പര്യവസാനവും വിശ്വാസത്തിൽ തന്നെ അതിന്റെ പൂർത്തീകരണവും
ഉണ്ടാകാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നോ എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യണം. നമ്മൾ വിശ്വാസത്തിലാണോ? നമ്മൾ സഭയിലാണോ നല്ല നോക്കേണ്ടത്? നമ്മൾ വിശ്വാസത്തിലാണോ? നമ്മൾ യേശുവിനെ വിശ്വസിക്കുന്നുണ്ടോ? ഇന്നും എനിക്ക് അന്നത്തെ പോലെ, യേശുവിനെ വിളി കേട്ട അന്നത്തെ പോലെ, കർത്താവിനെ കണ്ടുമുട്ടിയ അന്നത്തെ പോലെ വിശ്വാസം എന്റെ ഹൃദയത്തിലുണ്ടോ? ആ വിശ്വാസം വർദ്ധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ശോധന ചെയ്യണം പ്രിയമുള്ളവരെ. അങ്ങനെ അബ്രഹാമിനെ പോലെ കർത്താവിൽ ഉറച്ച വിശ്വാസമുള്ളവരായി ജീവിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അബ്രഹാമിന്റെ അടുത്തൊരു പ്രത്യേകത, അവൻ സൗമനസ്യത്തിന്റെ സമീപനമായിരുന്നു. വളരെ സൗമനസ്യത്തോടെ മനുഷ്യരോട് ഇടപെടുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അബ്രഹാം എന്നാണ് മനസ്സിലാകുന്നത്. ലോത്തിന്റെയും അബ്രഹാമിന്റെയും അവരൊരുമിച്ച് യാത്ര ചെയ്യുന്നത്. സഹോദരപുത്രനായ ലോത്തും അബ്രഹാം ഒരുമിച്ചാണ് ഇറങ്ങിത്തിരിക്കുന്നത്. ഹാരാനിൽ നിന്ന് ഒരുമിച്ച് ഇറങ്ങിത്തിരിച്ചു. ഇങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ കൂടെ അബ്രഹാമിന്റെ ഇടയന്മാരുണ്ട്, ലോത്തിന്റെ ഇടയന്മാരുണ്ട്, അബ്രഹാമിന്റെയും ലോത്തിന്റെയും ആടുകളുണ്ട്. അങ്ങനെ അവരുടെ ദാസിദാസന്മാരെല്ലാം ഒരുമിച്ച് ഒരു വലിയ സമൂഹമായിട്ടാണ് അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴിക്ക് ഈ ആടുമാടുകൾ പ്രസവിക്കുന്നുണ്ട്, ആടുകളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്. അങ്ങനെ പോകുമ്പോ ഈ ഇടയന്മാർ തമ്മിൽ, ലോത്തിന്റെ ഇടയന്മാരും ഈ അബ്രഹാമിന്റെ ഇടയന്മാരും തമ്മിൽ വഴക്കുണ്ടാകാൻ തുടങ്ങിയപ്പോ അബ്രഹാം അതിന് പരിഹാരം കാണുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇടയന്മാർ തമ്മിൽ പ്രശ്നം ഉണ്ടായപ്പോ അതിന് പരിഹാരം കണ്ടെത്തുന്നത് അബ്രഹാമാണ്. അബ്രഹാം ലോത്തിനോട് പറയുകയാണ്, നമുക്ക് തർക്കത്തിനൊന്നും ആവശ്യമില്ല, ഒരു തർക്കവും ഇല്ല. നമ്മുടെ ഈ പ്രശ്നത്തിൽ നമ്മളിങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോയി വഴക്കുണ്ടാക്കി ജീവിക്കാനല്ല കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ലോത്തിനോട് പറഞ്ഞു, ലോത്തെ, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടായിട്ട് പിരിയാം, ഇനി നമുക്ക് രണ്ട് ദിശയിലേക്ക് പോകാം. അബ്രഹാം പറഞ്ഞു, നീ കിഴക്കോട്ടാണെങ്കിൽ ഞാൻ പടിഞ്ഞാറോട്ട്. അങ്ങനെ രണ്ടായിട്ട് തിരിഞ്ഞ് അവർ യാത്ര ചെയ്യാൻ ആരംഭിച്ചു. അങ്ങനെ യാത്ര ചെയ്യാൻ തീരുമാനിക്കുമ്പോ അവര് തെരഞ്ഞെടുക്കുമ്പോ ദൈവമാണ് അബ്രഹാമിനോട് വിളിച്ചു പറയുന്നത്, അബ്രഹാമേ, ഞാൻ കാണിക്കാതിരിക്കുന്ന ദേശത്തേക്ക് നീ പുറപ്പെടണം എന്ന് പറഞ്ഞ് അബ്രഹാമിനെയാണ് വിളിച്ചത്. ദൈവത്തിന്റെ വിളി കേട്ട് അബ്രഹാമാണ് ഇറങ്ങിത്തിരിച്ചത്. അബ്രഹാം ഇറങ്ങിത്തിരിക്കുന്നത് കണ്ട് അബ്രഹാമിന്റെ കൂടെ അബ്രഹാമിനെ അനുഗമിക്കുന്നയാളാണ് ഈ ലോത്ത് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം ഈ യാത്രയിലെ നമ്പർ 1 ആള് അബ്രഹാമാണ്, ലോത്തല്ല. അബ്രഹാം പറയാ, നീ ഇഷ്ടമുള്ള സ്ഥലം തിരഞ്ഞെടുത്തോ, നീ തിരഞ്ഞെടുക്കുന്ന സ്ഥലം ഏതാണോ അതിന്റെ ഓപ്പോസിറ്റ് ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞപ്പോ അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആടുകളെ വളർത്തുന്നതായിരുന്നു. ലോത്ത് തലപൊക്കി നോക്കിയപ്പോ നീരോട്ടുള്ള ദേശം കണ്ടു, പച്ചപ്പുല്ലുള്ള നാട് കണ്ടു. ലോത്ത് പറഞ്ഞു, ഞാൻ അങ്ങോട്ട് പൊക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ലോത്ത് സോദോം ഗോമോറയിൽ എത്തിച്ചേരാനിടയായി തീർന്നത്. ഈ അബ്രഹാം നല്ല സ്ഥലം, അന്ന് കാഴ്ചയിൽ നല്ല സ്ഥലം, പച്ചപ്പുള്ള സ്ഥലം, നീരോട്ടുള്ള സ്ഥലം, സമൃദ്ധിയുള്ള നാട്, അത് തപ്പിയെടുത്തത് ലോത്തായിരുന്നു. ആ ലോത്ത് നല്ലത് തെരഞ്ഞെടുത്തു പ്രിയമുള്ളവരെ. പക്ഷെ അബ്രഹാം എതിർ ദിശയിലേക്ക് യാത്ര ചെയ്യുന്നു. അബ്രഹാം അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ തനിക്ക് അവകാശപ്പെട്ടത്, അല്ലെങ്കിൽ തനിക്ക് വേണമെങ്കിൽ പിടിച്ചെടുക്കാമായിരുന്നത് താൻ വിട്ടുകൊടുത്തുകൊണ്ട് ആ പ്രശ്നത്തെ അവിടെ പരിഹരിക്കുന്നതായിട്ടാണ് കാണുന്നത്. തർക്കത്തിനും വാദത്തിനും വിലപേശലിനും ഒന്നും അബ്രഹാം നിന്നില്ല, അവകാശവാദങ്ങളൊന്നും പറഞ്ഞില്ല. ഞാനാണ് ഇറങ്ങി പുറപ്പെട്ടത്, നീ എന്റെ കൂടെ വന്നത്, ഒന്നും അബ്രഹാം പറയുന്നില്ല. അബ്രഹാം ലോത്തിനോട് പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ളത് നീ തെരഞ്ഞെടുത്തോ. അങ്ങനെ ഒരു തർക്കത്തിനും നിൽക്കാതെ അബ്രഹാം ഇറങ്ങി പുറപ്പെടാനിടയായി തീർന്നു എന്നാണ് പറയുന്നത്. അവിടെ അബ്രഹാം വളരെ വ്യക്തമായി പറയുന്ന നല്ല ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിന്റെ 8ഉം 9ഉം വാക്യങ്ങൾ അവിടെ നമുക്കൊന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം അതിന്റെ 8ഉം 9ഉം വാക്യങ്ങൾ. എട്ടും 9ഉം അല്ലേ? 8ഉം 9ഉം. അതുകൊണ്ട് അബ്രാം ലോത്തിനോട്, എനിക്കും നിനക്കും എന്റെ ഇടയന്മാർക്കും നിന്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടാകരുതേ, നാം സഹോദരന്മാരല്ലോ, ദേശമെല്ലാം നിന്റെ മുൻപാകെ ഇല്ലയോ, എന്നെ വിട്ട് പിരിഞ്ഞാലും നീ അബ്രഹാം ലോത്തിനോട് പറയാ, ലോത്തെ, നമ്മൾ തമ്മിൽ വഴക്കുണ്ടാക്കരുത്, വഴക്കുണ്ടാകാതിരിക്കാൻ കാരണം എന്ന് പറയുന്നത് അറിയാവോ? നമ്മൾ സഹോദരന്മാരല്ലയോ? പ്രിയമുള്ളവരെ, നമ്മൾ ഓർത്ത് നോക്കിയാൽ നമ്മൾ സഹോദരന്മാരാണ്. സഹോദരന്മാർ തമ്മിൽ വഴക്കുണ്ടാകരുത്. കൊരിന്ത്യലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയാ, നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് അത് തന്നെ വളരെ അപമാനകരമാണ് എന്നാണ് പറയുന്നത്. ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കിയാൽ സാഹചര്യങ്ങൾ എത്ര മോശമായിരിക്കുന്നു, സഭാ അന്തരീക്ഷം എത്ര മോശമായിരിക്കുന്നു, സഭയ്ക്കകത്ത് എന്തെല്ലാം പ്രതിസന്ധികളാണ് വരുന്നത്. അബ്രഹാം പറയാ, നമ്മൾ തമ്മിൽ വഴക്കുണ്ടാകരുത്.
വഴക്കുണ്ടാകരുത്. ഞാൻ എല്ലാം വിട്ടു തരുവാ, എനിക്കൊന്നും പിടിച്ചു വെക്കുന്നില്ല, എനിക്ക് വേണ്ട, എന്റെ മാന്യത വേണ്ട, എന്റെ സ്ഥാനം വേണ്ട, എന്റെ സമ്പത്ത് വേണ്ട, എനിക്കൊന്നും വേണ്ട. ലോത്തെ ഒരു കാര്യത്തിൽ നിർബന്ധമുണ്ട്, ഞാനും നീയും സഹോദരന്മാരാണ്, നമ്മൾ തമ്മിൽ വഴക്കുണ്ടാകരുത്. എന്റെ നഷ്ടങ്ങളൊക്കെ ഞാൻ സഹിച്ചോളാം, എനിക്ക് നഷ്ടം വന്നോട്ടെ, ഒരു പ്രശ്നമില്ല, പക്ഷെ നമ്മൾ തമ്മിൽ ഒരു വഴക്കുണ്ടാകരുത്, കലഹമുണ്ടാകരുത്. വളരെ ലജ്ജാകരമായിട്ട് ചിലപ്പോഴൊക്കെ നമ്മുടെ സഭയ്ക്കകത്തൊക്കെ സംഭവങ്ങൾ കാണുന്നു. അത് അത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോ അത് ആ സഭയ്ക്കകത്ത് ഒതുക്കി തീർക്കാതെ ആ സഭയ്ക്കകത്തുള്ള ആരെങ്കിലും തന്നെ അത് വീഡിയോ എടുത്തിട്ട് ആ സോഷ്യൽ മീഡിയയിലേക്ക് വാരിയെറിഞ്ഞ് സഭയെ, ദൈവസഭയെ നാറ്റിക്കുന്നു, നശിപ്പിച്ചു കളയുന്നു. പ്രിയമുള്ളവരെ, അബ്രഹാം പറയാ, നമ്മുടെ വിശ്വാസികളുടെ പിതാവായ അബ്രഹാം, അബ്രഹാമിന്റെ സന്തതി പരമ്പരയിലാണ് നമ്മൾ ഉള്ളത്. നമ്മുടെ പിതാവ് അബ്രഹാം എന്നാണ് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ വലിയ പിതാവ് പറയാ, നമ്മൾ തമ്മിൽ വഴക്കുണ്ടാക്കരുത്, കാരണം നമ്മൾ സഹോദരങ്ങളാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സഹോദരങ്ങളോട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യേണ്ടതുണ്ടെങ്കിൽ നമ്മൾ വിട്ടുകൊടുക്കുക. പിടിക്കരുത്, അതിനുവേണ്ടി പിടിക്കണ്ട, അങ്ങ് വിട്ടുകൊടുക്കുക. സമാധാനമാണ് വലുത്. കർത്താവ് പറയാ, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. ഞാൻ നിങ്ങൾ ദൈവത്തിന്റെ പുത്രന്മാരാകുന്നത് വീശ പഠിക്കുമ്പോഴല്ല, നമ്മൾ വെള്ളഷർട്ട് ഇടുമ്പോഴല്ല, പ്രിയമുള്ളവരെ, കൈകൊട്ടി പാടുമ്പോഴല്ല, നമ്മൾ സമാധാനം ഉണ്ടാക്കുമ്പോഴാണ് ഞാനും നിങ്ങൾ ദൈവത്തിന്റെ മക്കളായി മാറുന്നത്. അതുകൊണ്ട് അബ്രഹാം പറയുക, നമ്മൾ വഴക്കുണ്ടാക്കരുത്, കാരണം നമ്മൾ സഹോദരന്മാരല്ലയോ. എത്ര ഔദാര്യപൂർവമായിട്ടുള്ള ഒരു സമീപനമാണ്, വിശാലമായ മനസ്സാണ് അബ്രഹാമിൻ്റെത്. അബ്രഹാമിനാണ് നമ്പർ 1 ചാൻസ് അബ്രഹാമിനാ വരേണ്ടത്. പക്ഷെ അബ്രഹാം പറയാം, നീ തിരഞ്ഞെടുത്തു, നീ എടുത്തതിന്റെ ബാക്കി മതി എനിക്ക്. അത്ര ഔദാര്യ മനസ്ഥിതിയോടെയാണ് ഈ അബ്രഹാം ഇറങ്ങിയിരിക്കുന്നത്. എന്നെ കാര്യം അറിയാവോ, അബ്രഹാം ഒരു വിളി കേട്ടിറങ്ങിയതാ, അബ്രഹാം ദൈവത്തെ കണ്ടിട്ടിറങ്ങിയതാ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഇറങ്ങിയിരിക്കുന്നതാ. അതുകൊണ്ടാണ് അബ്രഹാമിന് ഈ ഭൂമി കാണുന്നൊന്നും വലിയ കാര്യമായി തോന്നാത്തത്. പ്രിയമുള്ളവരെ, അപ്പോ ഞാൻ നിങ്ങളോട് പറയട്ടെ, എത്ര ഉത്തമമായ ഒരു വ്യക്തിത്വമാണ് അബ്രഹാമിൻ്റെത് എന്നാണ് മനസ്സിലാക്കുന്നത്. സമാധാനപൂർണമായ ജീവിതമാണ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതെന്നാണ് മനസ്സിലാക്കുന്നത്. ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസവും അവിടുത്തെ സംരക്ഷണയിലുള്ള തികഞ്ഞ പ്രത്യാശയുമാണ് അബ്രഹാമിനെ മുന്നോട്ട് നയിക്കുന്നത്. ദൈവത്തിലുള്ള വിശ്വാസം, എന്റെ കാര്യം കർത്താവ് നോക്കും. ഞാൻ ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയാൻ, പ്രിയമുള്ളവരെ, നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളെക്കാൾ ശ്രദ്ധ കർത്താവിനുണ്ട്. നിങ്ങൾ ശ്രദ്ധ കർത്താവിനുണ്ട്. നമ്മൾ ഒന്നിനും പിടിച്ചു നിൽക്കണ്ട, നമ്മളൊന്നും പിടിച്ചു വെക്കാൻ നിൽക്കണ്ട. പ്രിയമുള്ളവരെ, നിങ്ങളുടെ നാളുകളെ ഏറ്റവും അനുഗ്രഹമാക്കി കർത്താവ് നടത്താൻ അറിയാം. കർത്താവാണ് നിങ്ങളെ വിളിച്ചിറക്കിയതെങ്കിൽ, കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയാണ് ഇറങ്ങിയതെങ്കിൽ, ദൈവശബ്ദം കേട്ടാണ് ഇറങ്ങിയതെങ്കിൽ, നിങ്ങളെ സംരക്ഷിക്കുന്നതും നിങ്ങളെ നടത്തുന്നതും നിങ്ങളെ പരിപാലിക്കുന്നതും യേശു കർത്താവിന്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് അചഞ്ചലമായ ഒരു വിശ്വാസം ഉണ്ടാകട്ടെ. ആ കർത്താവിന്റെ സംരക്ഷണത്തിലുള്ള ഒരു നല്ല ഉറപ്പ് നമുക്കുണ്ടാകട്ടെ എന്ന് ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ. പ്രിയമുള്ളവരെ, അബ്രഹാമിന്റെ കുടുംബത്തിന്റെ അടുത്തൊരു പ്രത്യേകത ഇങ്ങനെയാണ്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള തിരുവചനത്തിൽ വായിക്കണമെന്നില്ല, നിങ്ങൾ എടുത്ത് വീട്ടിൽ ചെല്ലുമ്പോൾ വായിച്ചാൽ മതി, വീട്ടിലിരിക്കുമ്പോൾ വായിച്ചാൽ മതി. പ്രിയമുള്ളവരെ, അവിടെ ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 1 മുതലുള്ള വേദഭാഗങ്ങളിൽ നമ്മൾ വായിക്കുന്നത്, അബ്രഹാം ഇങ്ങനെ മുറ്റത്തിരിക്കുമ്പോ, വീടിന് മുമ്പിൽ ഇരിക്കുമ്പോ അതിലെ 3 വഴിപോക്കര് നടന്നു വരുന്ന കണ്ടു. അബ്രഹാമിന്റെ വീട്ടിലേക്ക് വരുമല്ല, ആ വഴിക്ക് പോകുന്ന ആ ദൂതന്മാരെ, ആ 3 പരിചയമില്ലാത്ത അപരിചിതരായ 3 പേർ അതിലെ പോകുന്ന കണ്ടപ്പോ അബ്രഹാം ഓടിച്ചെന്ന് അവരോട് പറയാ, നിങ്ങൾ എന്നെ വിട്ടു പോകരുത്, നിങ്ങൾ ഇവിടെ വരണം, എന്റെ വീട്ടിൽ വരണം, എന്റെ വീട്ടിൽ വന്ന് എന്റെ കൂടെ ഇരിക്കണം, എന്റെ കൂടെ ഇരുന്ന് ആഹാരം കഴിക്കണം, ഞാൻ നിങ്ങൾക്ക് ആഹാരം ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞ് അവരുടെ കാലെ വീണ് നമസ്കരിച്ചാണ് അവരെ കൂട്ടിക്കൊണ്ട് വരുന്നത്. എന്ന് പറഞ്ഞാൽ ഈ അബ്രഹാമിന്റെ കുടുംബത്തിന്റെ ഒരു പ്രത്യേകത, ആതിഥ്യ മര്യാദയുള്ള ഒരു കുടുംബമായിരുന്നു ഈ അബ്രഹാമിന്റെ കുടുംബം ആതിഥ്യ മര്യാദയുള്ള കുടുംബമായിരുന്നു. പ്രിയമുള്ളവരെ, വിശുദ്ധ വേദപുസ്തകത്തിൽ വളരെയധികം പ്രാവശ്യം ആ ആതിഥ്യ മര്യാദ ഉണ്ടായിരിക്കണമെന്ന് വളരെ ശക്തമായി നമ്മൾ പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, അതിഥി സൽക്കാര പ്രിയരായിരിക്കണമെന്നാണ് പറയാനിടയായി തീർന്നത്. ഓടിച്ചെന്ന് സാഷ്ടാംഗം പ്രണാമം ചെയ്ത് അവരെ ആദരപൂർവ്വം സ്വീകരിച്ചു എന്നാണ് 18-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കാനിടയായി തീർന്നത്. അതിഥികളെ ഉപചാരപൂർവ്വം സ്വീകരിക്കുന്ന ഒരു നല്ല മനോഭാവം ഈ അബ്രഹാമിനുണ്ടായിരുന്നു. നമുക്കറിയാം, നമ്മളൊരു വീട്ടിലോട് ചെല്ലുമ്പോൾ നമ്മളോടുള്ള അവരുടെ മനോഭാവം എന്താണെന്നുള്ളത് അവരുടെ ഇടപാടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. അവരെ ഒത്തിരി ആഗ്രഹിക്കുന്നു,
നമ്മളെ അവർ ഒത്തിരി സ്നേഹിക്കുന്നു എങ്കിൽ നമ്മൾ വരുന്നു എന്ന് കാണുമ്പോൾ തന്നെ അവർ ഓടി വന്ന് മുറ്റത്തൊക്കെ വന്ന് നമ്മളോട് പറയും, വാ ഓടി വാ കയറി വാ, എന്നാ ഉണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കും. എന്നാൽ അതിൽ അച്ഛന് താല്പര്യം കുറവ് ഉണ്ടെങ്കിൽ അവർ ഗേറ്റ് തുറന്ന് അവർ വീട്ടിൽ വന്ന് കോളിംഗ് ബെൽ 3 പ്രാവശ്യം അടിച്ച് കുറച്ച് കഴിയുമ്പോൾ അവർ ഇറങ്ങി വന്നേച്ച, അയ്യോ ഇന്നയാളാണോ, അയ്യോ നിങ്ങളായിരുന്നോ, ഞാൻ അറിഞ്ഞില്ലല്ലോ, ഞാൻ അതായിരുന്നു ഇതായിരുന്നു എന്ന് പറയാം. അതിന്റെ കാര്യം അവർക്ക് താല്പര്യക്കുറവായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ അബ്രഹാമിന്റെ വീട്ടിലേക്ക് വരുമ്പോ അബ്രഹാം ഓടിച്ചെന്ന് അവിടെ കാൽക്കൽ വീണ് പ്രണമിച്ചിട്ട് വരണം, എന്നെ വിട്ട് നിങ്ങൾ പോകരുത്, എന്റെ വീട്ടിൽ നിങ്ങൾ താമസിക്കണം എന്നാണ് പറയാനിടയായി തീരുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെ ആദിത്യ മര്യാദ കാണിച്ചത് കൊണ്ട്, അതിഥി സൽക്കാരം നടത്തിയത് കൊണ്ട് അബ്രഹാമിന്റെ ഒരു കാളയെ കൊടുത്തു, ഗോതമ്പ് പൊടി കൊണ്ട് അപ്പം ഉണ്ടാക്കി കൊടുത്തു, അടയുണ്ടാക്കി കൊടുത്തു. പക്ഷേ അബ്രഹാമിന് നഷ്ടമൊന്നും സംഭവിച്ചില്ല. അബ്രഹാമിനോട് പറയാ, ഇവര് ആഹാരം കഴിച്ചിട്ട് പോകാൻ നേരത്ത് അബ്രഹാമിനെ വിളിച്ചിട്ട് പറയാ, അടുത്ത വർഷം ഞങ്ങൾ ഇതിനെ വരുമ്പോ സാറയോട് പറയാം, നിന്റെ മടിയിൽ ഒരു കുഞ്ഞുണ്ടായിരിക്കും, നീ ഒരു കുഞ്ഞിനെ അണച്ചുകൊണ്ടിരിക്കും. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദീർഘവർഷങ്ങളായി മക്കളില്ലാതെ ഭാരപ്പെട്ടിരിക്കുന്ന, പ്രതിസന്ധിയിലിരിക്കുന്ന അവരോട് പറയാ, അടുത്ത വർഷം ഞങ്ങൾ ഇതിലെ വരുമ്പോ നിനക്ക് ഒരു സന്തതി ഉണ്ടായിരിക്കും. അപ്പോ നോക്കിയേ, ആ ഒരു കാളക്കുട്ടിയെ കൊടുത്തത് കൊണ്ടോ ഒരു 3 അടങ്ങഴി മാവ് എടുത്തു കൊടുത്തത് കൊണ്ടോ അവർക്ക് ഒരു നഷ്ടവും വന്നില്ല. അവരെ കർത്താവ് അനുഗ്രഹിച്ചു. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തിട്ട് നിങ്ങൾ മുടിഞ്ഞു പോകുകയല്ല, നിങ്ങൾ നശിച്ചു പോകുകയല്ല, പകരം നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നവരായി തീരും എന്നാണ് മനസ്സിലാക്കാനിടയായി തീരുന്നത്. അവർക്കൊരു മകനെ കൊടുത്തു. ആ മകന്റെ പേരായി ഇസഹാക്ക്. ഇസഹാക്കിന്റെ പേരിന്റെ അർത്ഥം ചിരി എന്നാണ് അർത്ഥമുള്ളത്. അങ്ങനെ അവിടെ നമ്മൾ ഈ അബ്രഹാമിനെ കുറിച്ച് പറയാ, അബ്രഹാം കർത്താവിൽ വിശ്വസിച്ചു, അവന് ആദിത്യ മര്യാദയുള്ളവനായിരുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോ റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിലും 1 തിമോത്തിയോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിലും എബ്രായ ലേഖനം 13-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിലും വളരെ വളരെ വ്യക്തമായി പറയുന്നു, നിങ്ങൾ അതിഥി സൽക്കാരം മറക്കരുത്, നിങ്ങൾ അതിഥി സൽക്കാരം നടത്തണം. എന്നെ കാര്യം അറിയാവോ, നമ്മുടെ പിതാക്കന്മാർ അങ്ങനെയായിരുന്നു, നമ്മുടെ അബ്രഹാം അങ്ങനെയായിരുന്നു. അബ്രഹാം പരിചയമില്ലാത്തവരെ വിളിച്ചു കയറ്റി അവരെ സൽക്കരിക്കുന്ന സ്വഭാവം അബ്രഹാമിനുണ്ടായിരുന്നു. അബ്രഹാമിന്റെ വിശ്വാസവും അബ്രഹാമിന്റെ സൗമനസ്യവും അബ്രഹാമിന്റെ അതിഥി സൽക്കാരവും മാതൃകയായിരിക്കുന്നത് പോലെ വളരെ പ്രധാനപ്പെട്ടതാണ് മധ്യസ്ഥ പ്രാർത്ഥന, അബ്രഹാമിന്റെ മധ്യസ്ഥ പ്രാർത്ഥന. അടുത്ത നമ്മൾ മനസ്സിലാക്കുന്നത് അബ്രഹാമിന്റെ ജീവിതത്തിലെ പ്രത്യേകത, ആ കുടുംബത്തിലെ പ്രത്യേകത, അവർ പ്രാർത്ഥിക്കുന്ന കുടുംബമായിരുന്നു. അബ്രഹാം മധ്യസ്ഥ പ്രാർത്ഥന. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാ. എന്റെ കുടുംബം നന്നാകണം, എന്റെ ഇസഹാക്ക് നന്നാകണം, എന്റെ സാറ നന്നാകണം, എന്റെ കാര്യങ്ങളൊക്കെ നന്നാകണം, എന്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പോകണം എന്നാണ് നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുള്ളത്. പക്ഷെ പ്രിയമുള്ളവരെ, അബ്രഹാമിന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു വ്യത്യാസം. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഞാൻ സോദോം ഗൊമോറയെ നശിപ്പിക്കാൻ പോവുക, എന്ന് പറയുമ്പോൾ അബ്രഹാം ചോദിക്കുക, കർത്താവേ നീ അങ്ങനെ ചെയ്യുവോ, നിനക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? 50 വിശ്വാസികളുണ്ടെങ്കിൽ, 50 നീതിമാന്മാരുണ്ടെങ്കിൽ കർത്താവെ നീ നശിപ്പിക്കുവോ? കർത്താവ് പറഞ്ഞു, ഞാൻ 50 നീതിമാന്മാരുണ്ടെങ്കിൽ ഞാൻ നശിപ്പിക്കുകയല്ല. വീണ്ടും കർത്താവിനോട് ചോദിച്ചു, കർത്താവെ 45 ആയാലോ? കർത്താവ് പറഞ്ഞു, ഒരു കുഴപ്പമില്ല. 30 ആയാലോ? ഞാൻ നശിപ്പിക്കുകയില്ല. 20 ആയാലോ? കർത്താവ് പറഞ്ഞു, ഞാൻ നശിപ്പിക്കുകയില്ല. 10 ആയാലോ? അങ്ങനെ കർത്താവിന്റെ അടുത്ത് അബ്രഹാം അങ്ങ് ബാർഗെയിൻ ചെയ്യുക. കർത്താവെ, ഞാൻ പ്രാർത്ഥിക്കാം, ഞാൻ ഈ ദേശത്തിന് വേണ്ടി ഇടിമി നിൽക്കാം, ഞാൻ മധ്യസ്ഥ നിൽക്കാം, നശിപ്പിക്കരുത് കർത്താവെ എന്ന് പ്രാർത്ഥിക്കുന്ന തന്റെ സഹോദരപുത്രനായ ലോത്ത് താമസിക്കുന്ന ദേശമാ സൊദോം ഗൊമോറ. ആ സഹോദരപുത്രന്മാരെ നശിച്ചു പോകാതിരിക്കാൻ, അവന്റെ കുടുംബം നശിച്ചു പോകാതിരിക്കാൻ ദൈവസ്ഥലിൽ മധ്യസ്ഥ കഴിക്കുക. ഞാൻ ചോദിക്കട്ടെ, ഞാൻ നിങ്ങൾ യേശുവിനെ അറിഞ്ഞപ്പോ നമ്മൾ എന്തോ അനുഗ്രഹിക്കപ്പെട്ടെന്നും നമ്മളൊക്കെ രക്ഷപ്പെട്ടെന്നും ഒക്കെ അല്ലേ നമ്മൾ പറയുന്നത്? നമ്മുടെ സഹോദരങ്ങൾ എവിടെ ഇരിക്കുന്നു? നമ്മുടെ കുടുംബക്കാരെവിടെ ഇരിക്കുന്നു? നമ്മുടെ ചാർച്ചക്കാരുടെ അനുഭവം തന്നെ, അവര് പോകുന്ന നരകത്തിലേക്കെന്ന് ബോധ്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ടേ? നമ്മൾ അവർക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യണ്ടേ? നമ്മുടെ പിതാവായ അബ്രഹാം തന്റെ കുടുംബക്കാർക്ക് വേണ്ടി, തന്റെ ചാർച്ചക്കാർക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്ന ഒരു പിതാവായിരുന്നു നമുക്കുണ്ടായിരുന്നത്. ഞാൻ നിങ്ങൾ പറയാം, നമുക്ക് ചില സമയങ്ങളൊക്കെ സമയമെടുത്ത് നമ്മുടെ കുടുംബക്കാർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം, നമ്മുടെ അയൽവാസികൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ യേശുവിനെ അറിയാതെ കണ്ടുമുട്ടുന്ന വ്യക്തികൾക്ക് വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരോട് യേശു കർത്താവിനെ പറയുകയും ചെയ്യാം. നമ്മുടെ പിതാവായ അബ്രഹാമിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതായിത്തീരുന്നത്. അങ്ങനെ അബ്രഹാം ഒരു മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന ആളായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റുള്ളവരുടെ ക്ഷേമത്തെയും നന്മയെയും ആത്മാർത്ഥമായി ആഗ്രഹിക്കുമ്പോൾ മാത്രമേ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ചിലപ്പോൾ അവരെ കാണുമ്പോൾ അവരുടെ സന്തോഷത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുമായിരിക്കും. പക്ഷെ അവരെ കാണാതിരിക്കുന്ന സമയത്ത്, അവരില്ലാതിരിക്കുന്ന സമയത്ത് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അപ്പോഴാണ് നമുക്ക് അവരോട് ആത്മാർത്ഥതയുള്ളത്, നമുക്കപ്പോഴാണ് അവരോട് സ്നേഹം ഉണ്ടാകുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. സ്നേഹമാണ് നമ്മുടെ പ്രാർത്ഥനയുടെ
പ്രേരക ശക്തി. മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, മറ്റൊരു സഭയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, മറ്റൊരു ദേശത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, പ്രാർത്ഥിക്കുന്നതിന്റെ ആ പ്രേരക ശക്തി എന്ന് പറയുന്നത്, പ്രിയമുള്ളവരെ, അത് സ്നേഹമാണ്. സ്നേഹമുള്ളവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ തോന്നുള്ളൂ. നമുക്ക് സ്നേഹം ഉണ്ടെങ്കിലേ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്നേഹിക്കാം, മറ്റുള്ളവരെ സ്നേഹിക്കാം, മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്ത അബ്രഹാമിന്റെ അടുത്തൊരു പ്രത്യേകത, അബ്രഹാം ആദ്യത്തെ ദശാംശദായകനാണ്. അബ്രഹാം വിശുദ്ധ വേദപുസ്തകത്തിൽ ആദ്യമായി ദശാംശം കൊടുത്ത വ്യക്തി അബ്രഹാം ആണെന്നാണ് നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ അവിടെ പറയുന്നു, അബ്രഹാം ദശാംശം കൊടുത്തു. അബ്രഹാം പുരോഹിതനും രാജാവുമായ മൽക്കീസദേക്കിന് താൻ ദശാംശം കിട്ടിയതിലൊക്കെ, തനിക്കുണ്ടായിരുന്നതിലൊക്കെ ദശാംശം കൊടുത്തു എന്നാണ് വായിക്കുന്നത്. ആ കാലഘട്ടത്തിൽ ദശാംശം കൊടുക്കാൻ കർത്താവ് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു പ്രമാണം ഉണ്ടായിട്ടില്ല. ആ ന്യായപ്രമാണം ഉണ്ടാകുന്നതിന് മുമ്പേ, അല്ലെങ്കിൽ ദശാംശം കൊടുക്കണമെന്നൊരു നിയമം കർത്താവ് പറയുന്നതിന് മുമ്പേ, കർത്താവ് അങ്ങനെ കൽപ്പിക്കുന്നതിന് മുമ്പേ അബ്രഹാം ദശാംശം കൊടുക്കുന്നയാളായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രിയമുള്ളവരെ, കർത്താവിന്റെ വേലയ്ക്ക് കൊടുക്കുക, ദശാംശം കൊടുക്കുക എന്ന് പറയുന്നത് പലർക്കും ബുദ്ധിമുട്ടാണ്. ഞാൻ നിങ്ങൾ പറയട്ടെ, നമ്മൾ ആ സമയത്ത് നമ്മൾ പറയുന്നത് നമ്മൾ പുതിയ നിയമ വിശ്വാസികളാണ്, പുതിയ നിയമത്തിൽ ദശാംശം പറയുന്നില്ല, ദശാംശം കൊടുക്കണമെന്ന് പറയുന്നില്ല എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഞാൻ നിങ്ങൾ പറയാം, യേശു കർത്താവ് ഭൂമി വന്നപ്പോ ദശാംശം എന്ന് പറയുന്ന പരിപാടി വേണ്ടെന്ന് പറഞ്ഞില്ല, നിർത്തിയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ അവിടെ കർത്താവ് ദശാംശത്തെ ഇല്ലാതെയാക്കി കളഞ്ഞില്ല, കൊടുക്കണ്ട എന്ന് പറയുന്നില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ സ്വാർത്ഥതയെ അതിജീവിക്കുന്നത് കൊടുക്കാൻ തുടങ്ങുമ്പോഴാണ്. നമ്മൾ കൊടുക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ സ്വാർത്ഥത ഇല്ലാതെയായി തീരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിലേക്ക് വരുമ്പോ അവിടെ കർത്താവ്, അവിടെ ദൈവവചനം പറയുന്നത് അവിടെ ദശാംശത്തെക്കാൾ കൂടുതലാ. അവിടെ പറയാ, ഓഹരി കൊടുക്കണം, കിട്ടുന്ന എല്ലാ നന്മയിലും. ദൈവവചനം പഠിപ്പിക്കുന്നവർക്ക് എല്ലാ നന്മയുടെയും ഓഹരി കൊടുക്കണം എന്നാണ് നമ്മളെ പഠിപ്പിക്കാനിടയായി തീരുന്നത്. ഗലാത്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ പറയാ, എല്ലാ നന്മയിലും ഓഹരി കൊടുക്കുന്നവരായിരിക്കണം ദൈവമക്കൾ. എന്തിനാണ് കൊടുക്കുന്നത് അറിയാവോ? നമ്മുടെ സ്വാർത്ഥത ഇല്ലാതെയാകാൻ. നമ്മുടെ സ്വാർത്ഥത ഇല്ലാതായി ദ്രവ്യാഗ്രഹം ഇല്ലാതെയാകണമെങ്കിൽ നമ്മൾ കൊടുക്കാൻ തുടങ്ങണം. നമ്മുടെ കൊടുക്കുന്ന ഓരോ പൈസയും അത് സുവിശേഷീകരണത്തിന് അത് ഉതകും, രാജ്യത്തിന്റെ കെട്ടുപണിക്ക് അത് ഉതകും. പ്രിയമുള്ളവരെ, അബ്രഹാം ഒരു നല്ല ദാതാവായിരുന്നു. അബ്രഹാം എല്ലാവർക്കും കൊടുക്കുന്നവനായിരുന്നു. ആ ദൂതന്മാരെ വിളിച്ച്, ദൂതന്മാരെന്നറിയാതെ അവരെ സൽക്കരിക്കുന്നു. മൽക്കീസദേക്കിന് ദശാംശം കൊടുക്കുന്നു. പ്രിയമുള്ളവർ, അങ്ങനെ അബ്രഹാമിന് ആ കുടുംബം ഒരു നല്ല കുടുംബമായിരുന്നു, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട കുടുംബം. ആ കുടുംബം സന്തോഷത്തോടെ, സമാധാനത്തോടെ, ഒരു നല്ല കുടുംബമായി, നല്ല സാക്ഷ്യമുള്ള കുടുംബമായി ജീവിക്കാൻ കർത്താവ് അബ്രഹാമിന്റെ കുടുംബത്തെ സഹായിച്ചു. അതാണ് നമ്മുടെ പിതാവ്, അതാണ് നമ്മുടെ വിശ്വാസികളുടെ പിതാവ്. നമ്മുടെ പാരമ്പര്യം അവിടുന്ന് തുടങ്ങുന്നത്. അബ്രഹാമിന്റെ പാരമ്പര്യമാണ് നമുക്കുള്ളത്. യേശു കർത്താവിൽ വിശ്വസിക്കുന്ന ഓരോരുത്തരെ കുറിച്ചും പറയാണ്, യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും അബ്രഹാമിന്റെ അനുഗ്രഹം യേശു ക്രിസ്തുവിലൂടെ നമ്മുടേതാണ്. അബ്രഹാമിനോട് കർത്താവ് എന്തൊക്കെ അനുഗ്രഹങ്ങൾ പറഞ്ഞിട്ടുണ്ടോ, എനിക്കതൊന്നും പറയാനുള്ള സമയമില്ല, ഇന്ന് അതിനുള്ള സമയമില്ല. പ്രിയമുള്ളവരെ, ഒത്തിരി നിരവധിയായിട്ടുള്ള നന്മകൾ, അനുഗ്രഹങ്ങൾ കർത്താവ് അബ്രഹാമിനെ വിളിച്ചിറക്കുമ്പോ 12-ാം അധ്യായത്തിൽ അനുഗ്രഹിക്കുന്നു. അവിടുന്ന് ഓരോ അധ്യായത്തിലും അബ്രഹാമിനെ ദൈവം അനുഗ്രഹിക്കുന്നതായിട്ട്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്റെ സന്തതിയെ അനുഗ്രഹിക്കും, ഞാൻ നിനക്ക് തരുന്ന ദേശം അനുഗ്രഹിക്കപ്പെടും, നീ ഒരു ദേശത്തിന് അനുഗ്രഹമാകും, നിന്നിൽ നിന്ന് രാജാക്കന്മാരുണ്ടാകും എന്ന് വേണ്ട അനവധിയായിട്ടുള്ള അനുഗ്രഹങ്ങൾ എത്ര അനുഗ്രഹിച്ചിട്ടും ദൈവത്തിന് അബ്രഹാമിനെ അനുഗ്രഹിച്ചിട്ട് മതി വരുന്നില്ല. 22-ാം അധ്യായത്തിൽ പറയാ, അനുഗ്രഹത്താൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. അങ്ങനെ പ്രിയമുള്ളവരെ, അബ്രഹാമിനെ ദൈവം വീണ്ടും 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 അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക. എന്നെ കാര്യം അറിയാവോ? കർത്താവ് സ്നേഹിച്ചാൽ അങ്ങനെയാ. ഞാൻ നിങ്ങൾ കർത്താവിനെ അറിയുമ്പോൾ, നമ്മൾ കർത്താവിന്റെ കൂടെ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് വേണ്ടി കർത്താവ് എത്ര തന്നാലും കർത്താവ് മതിയാകിയല്ല. നമുക്ക് പറയാം, 1 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെ പറയാ, ഞാൻ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. നമ്മളെ കർത്താവ് വിളിച്ചിരിക്കുന്നത് അനുഗ്രഹം അനുഭവിക്കാനാ. അങ്ങനെയാണെങ്കിൽ ഈ അബ്രഹാമിന്റെ അനുഗ്രഹം യേശു ക്രിസ്തുവിലൂടെ നമ്മളിലേക്ക് കർത്താവ് തരാൻ ആഗ്രഹിക്കുന്നു. അബ്രഹാമിന്റെ സന്തതിയായി യേശുവിനെ സ്നേഹിച്ച്, യേശുവിനെ സേവിച്ച്, ദൈവവചനം അനുസരിച്ച് ജീവിക്കാൻ കർത്താവ് നമ്മളെല്ലാം സഹായിക്കട്ടെ. പ്രിയമുള്ളവരെ, അപ്പൊ കുടുംബ ബന്ധങ്ങളിൽ നാം പുലർത്തേണ്ട സൗമനസ്യവും അതിഥി സൽക്കാരവും പ്രാർത്ഥനയും ദാനശീലവും എന്നീ കാര്യങ്ങൾക്ക് അബ്രഹാം എല്ലാ കാലത്തും നമുക്കൊരു മാതൃകയായിരിക്കട്ടെ. ആ മാതൃക പിന്തുടരാൻ കർത്താവ് നമ്മളെല്ലാം സഹായിക്കട്ടെ. പ്രിയമുള്ളവരെ, യേശു കർത്താവിന്റെ
യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ, ഒരുവൻ യേശു കർത്താവിൽ വിശ്വസിക്കുമ്പോൾ അബ്രഹാമിന്റെ അനുഗ്രഹങ്ങൾ നമ്മുടേതായി തീരുന്നത് കൊണ്ട് നമ്മുടെ പിതാവായ അബ്രഹാമിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ട കുടുംബം. വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട കുടുംബം ഈ അബ്രഹാമിന്റെ കുടുംബം. ആ അനുഗ്രഹങ്ങളെല്ലാം നമുക്കും ഉള്ളതാ. അബ്രഹാമിന്റെ ഒരു അനുഗ്രഹവും നമുക്കില്ലാതെ വരുന്നില്ല. പുതിയ നിയമത്തിൽ വിശ്വസിക്കുന്ന, യേശുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും ആ അനുഗ്രഹം അനുഭവിക്കാം. നിങ്ങളൊരു പ്രതിസന്ധിയിലൂടെയാണ് പോകുന്നതെങ്കിൽ, ഒരു ബുദ്ധിമുട്ടിലൂടെയാണ് പോകുന്നതെങ്കിൽ, ഞാൻ നിങ്ങളോട് പറയാം, അബ്രഹാമിനോട് പറഞ്ഞ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം മുതൽ ഇങ്ങോട്ട് വായിച്ചു വരുന്ന അബ്രഹാമിനോട് പറയുന്ന മുഴുവൻ അനുഗ്രഹങ്ങളുടെയും ഉടമസ്ഥരാണ് നിങ്ങൾ. യേശുവിൽ വിശ്വസിക്കുമ്പോൾ അതെല്ലാം നിങ്ങളുടേതായി തീരും. ആ അനുഗ്രഹങ്ങളൊക്കെ അനുഭവിക്കാൻ നമുക്ക് വിശ്വാസം മാത്രം മതി. യേശുവിനെ വിശ്വസിച്ചാൽ മതി. യേശു കർത്താവിനെ വിശ്വസിക്കാം, യേശുവിനെ ഏറ്റു പറയാം, യേശുവിനോട് ജീവിക്കാൻ നമ്മളെ സമർപ്പിക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളൊക്കെ അടയ്ക്കാം. നമുക്ക് ഒരുമിച്ചത് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഇന്ന് രാവിലെ ഞങ്ങൾക്ക് ഈ അബ്രഹാമിനെ കുറിച്ച്, വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന്റെ കുടുംബത്തെ കുറിച്ച് കർത്താവെ ഞങ്ങൾക്ക് ഒരുമിച്ച് ചിന്തിക്കാൻ കർത്താവ് എന്ന ഭാഗ്യത്തിനായി സ്തോത്രം. കർത്താവ് ആ കുടുംബത്തെ അനുഗ്രഹിച്ചല്ലോ. യേശു കർത്താവ് ആ കുടുംബത്തെ വിളിച്ച് വേർതിരിച്ചു. കർത്താവ് കാണിക്കാൻ എനിക്ക് ദേശത്തേക്ക് അയച്ചു. പോകുന്ന വഴിക്കൊക്കെ അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരുന്നു. തന്റെ ജീവിത യാത്ര മുഴുവൻ അനുഗ്രഹത്തിന്റെ യാത്രയായിരുന്നു. പ്രിയ കർത്താവെ, ഞങ്ങൾ ഓരോരുത്തരെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ്, അങ്ങ് ഞങ്ങളെ വിളിച്ച് ഇറക്കിയത് അബ്രഹാമിനെ വിളിച്ച് ഇറക്കിയതുപോലെ തന്നെയാ. കർത്താവ്, ഞങ്ങളെ വിളിച്ചത് ഞങ്ങൾ അനുഗ്രഹം അനുഭവിക്കാൻ തന്നെയാ. ഞങ്ങളുടെ വിശ്വാസ യാത്രയുടെ എല്ലാ ദിവസവും ഞങ്ങൾ അനുഗ്രഹം അനുഭവിക്കാൻ, ദൈവിക നന്മകൾ അനുഭവിക്കാൻ കർത്താവ് ഇടയാക്കണം. ഇന്ന് ഈ കർത്താവ് ഞങ്ങളെ കേൾക്കുന്ന, ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കർത്താവ് ഈ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും സൗഖ്യമാകട്ടെ, രോഗികളായിരിക്കുന്നവർ വിടുവിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ സമാധാനമില്ലാത്തവർക്ക് സമാധാനം ഉണ്ടാകട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു കൊടുക്കുന്ന സമാധാനം, യേശു കൊടുക്കുന്ന സൗഖ്യം, യേശു കൊടുക്കുന്ന ആരോഗ്യം, യേശു കൊടുക്കുന്ന എല്ലാ നന്മകളും അനുഭവിക്കാൻ കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് സഹായിക്കണമെന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ ഈ കർത്താവെ ഗോസ്പൽ TV UPക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ ചാനലിനെ കർത്താവ് അനുഗ്രഹിക്കണം. വളർച്ച കർത്താവ് ഇനി കൊടുക്കണം, ഇനിയും വളരണം. ഒത്തിരി ജനഹൃദയങ്ങളിലേക്ക്, 10,000ങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് കർത്താവെ ദൈവത്തിന്റെ വചനത്തെ എത്തിക്കാൻ കർത്താവ് ഈ ചാനലിൽ ഉപയോഗിക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങൾ സാജു പാസ്റ്റർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. എല്ലാ നന്മകളും കൊണ്ട് കർത്താവ് നിറയ്ക്കണം, എല്ലാവിധ അനുഗ്രഹത്താൽ നിറയ്ക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്നുണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനുവദിച്ചാൽ അടുത്ത വെള്ളിയാഴ്ചയും രാവിലെ നമുക്ക് ഒരുമിച്ച് മറ്റൊരു കുടുംബവുമായി നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇത്ര സമയം അനുവദിച്ച പ്രിയ ഗോസ്പൽ TV UPക്കും സാജു തോമസ് പാസ്റ്റർക്കും ഞങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും നേരുന്നു. കർത്താവ് സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ആലോചനകൾ കേൾക്കുവാൻ നമുക്കിടയായി. അതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പാസ്റ്ററോടുള്ള നന്ദി അറിയിക്കുന്നു. ഈ മീറ്റിംഗ് വാച്ച് ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരും നന്ദി അറിയിക്കുന്നു. ദൈവം എല്ലാ പ്രിയപ്പെട്ടവരെ സഹായിക്കട്ടെ. താങ്ക് യു.